ഇത് റോമാലേഖനമാണ്. റോമാലേഖനം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് റോം എന്ന പദം രണ്ടാശയം തരും. ഒന്ന്, ഏതാണ്ട് 5000 മൈൽ നീളത്തിൽ 4000 മൈൽ വീതിയിൽ വിസ്തൃതമായി കിടന്നിരുന്ന റോമൻ സാമ്രാജ്യമുണ്ട്. അതിൻ്റെ ഒരു ക്യാപിറ്റൽ സിറ്റി ടൈബർ നദിയുടെ തീരത്തുണ്ടായിരുന്നു. അതിൻ്റെ പേര് സിറ്റി ഓഫ് റോം, റോമൻ സിറ്റി. ആ റോമൻ സിറ്റിയിൽ നിലനിന്നിരുന്ന ഒരു സംസ്കാരം, വ്യത്യസ്തങ്ങളായ ഒരു കോസ്മോപൊളിറ്റൻ സംസ്കാരം, അവിടെ രൂപപ്പെട്ടു വന്ന സഭ, അവിടെയുള്ള ആളുകൾ, ഇവരെയെല്ലാം ഉദ്ദേശം വെച്ചുകൊണ്ട് ധനനായ പൗലോസ് ഒരു തടവറയിൽ കിടന്നുകൊണ്ട് തെർത്തോസ് എന്ന് പേരായ തൻ്റെ സുഹൃത്തിനെ കൊണ്ട് പറഞ്ഞ് എഴുതിക്കുന്ന ലേഖനമാണ് റോമാലേഖനം. വാക്കുകളും ആശയങ്ങളും ചിന്തകളും ആത്മപ്രേരിതമായി പൗലോസിൻ്റെതെങ്കിലും അത് പകർത്തി എഴുതാൻ വന്ന, ഡിക്റ്റേഷൻ ചെയ്ത് പൗലോസ് കൊടുക്കുമ്പോൾ കേട്ടെഴുതാൻ വന്ന ആള് തെർത്തോസ് എന്നറിയപ്പെടും എന്ന് 16-ാം അധ്യായത്തിൻ്റെ 22-ാമത് വചനത്തിൽ കാണുന്നു. ഈ തെർത്തോസ് 16 അധ്യായമുള്ള ഈ പുസ്തകം കേട്ടെഴുതാൻ വേണ്ടി പലയാവർത്തി ഇവിടെ വന്നെങ്കിലേ സാധിക്കൂ. കാരണം അന്ന് പാപ്പിറസോ അതല്ലെങ്കിൽ മൃഗത്തിൻ്റെ തോലോ ഉപയോഗിച്ച് എഴുതുന്ന പ്രാകൃതമായ ആ കാലത്ത് തടവുള്ളികളുടെ തടവറയിൽ അതിൻ്റെ സൂക്ഷിപ്പുകാരുടെ അനുമതി വാങ്ങിക്കൊണ്ടും രാജ്യത്ത് നിലനിൽക്കുന്ന നിയമത്തെ ബഹുമാനിച്ചുകൊണ്ടുമൊക്കെ ഇത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കാരണം ഈ എഴുതുന്നതിൽ അല്പം രാഷ്ട്രവിരുദ്ധമായ കാര്യമുണ്ട്. രാഷ്ട്രവിരുദ്ധമായ കാര്യം ബൈബിളിൽ പലയിടത്ത് കാണാം. അന്നത്തെ രാഷ്ട്രത്തിൻ്റെ അതേ പൗലോസ് തന്നെ പറയുന്നുണ്ട്, രാജ്യ നിയമങ്ങൾക്ക് നിങ്ങൾ കീഴടങ്ങിയിരിക്കണം എന്ന് കാണുന്നുണ്ട്. രാജ്യ നിയമങ്ങൾക്ക് കീഴടങ്ങിയിരിക്കാൻ പറഞ്ഞ പൗലോസ് ചില രാജ്യ നിയമങ്ങൾ ലംഘിക്കുന്നുണ്ട്. എന്താണ് ആ രാജ്യ നിയമങ്ങളുടെ ലംഘനം? അതിൻ്റെ തനിമയുള്ള ഒരു ഉദാഹരണം ഏതാനും നാളുകൾക്കപ്പുറത്ത് നമ്മൾ കണ്ടു. ഒരു സൈനികൻ, വിശ്വാസിയായ ഒരു സൈനികൻ ഗുരുദ്വാരയിൽ, സിഖുകാരുടെ ഗുരുദ്വാരയിൽ ചെല്ലണം, അവിടെ ചില പൂജാതി കർമ്മങ്ങളിൽ സഹകരിക്കണം. അദ്ദേഹം അതിന് വശംവദനായില്ല. വശംവദനാകാതെ വന്നപ്പോൾ അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് പുറത്താക്കി. ഇതാ അവസാനം പരമോന്നത കോടതി ഉത്തരവിട്ടിരിക്കുന്നു, ആ മനുഷ്യനെ നീക്കണം. കാരണം അദ്ദേഹം അത് ചെയ്തേ പറ്റൂ. അവിടെ ഞാൻ ഒരു പോസ്റ്റ് ഇട്ടു, രാഷ്ട്രം പറഞ്ഞതിനെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. കാരണം സുപ്രീം കോടതി വിധിച്ചാൽ അത് രാജ്യ നിയമമാണ്. ഹൈക്കോടതികളുടെയും സുപ്രീം കോടതികളുടെയും വിധിക്കൊരു പ്രത്യേകതയുണ്ട്. കേരള ഹൈക്കോടതി വിധിച്ചാൽ മതി, ഇന്ത്യ മുഴുവൻ അത് ബാധകമാണ്. മിസോറമിൽ ഒരു ഹൈക്കോടതി ഉണ്ടെങ്കിൽ ആ ഹൈക്കോടതി ഉത്തരവിട്ടാൽ ഈ നമ്മളിരിക്കുന്ന പുല്ലുകുത്തി വരെ അതിന് ബാധകമാണ്, അതിന് അധികാരമുണ്ട്. അത് നമ്മുടെ രാജ്യത്ത് നിൽക്കുന്ന ഭരണഘടന 370 മുതലുള്ള വകുപ്പുകൾ അനുസരിച്ചുകൊണ്ട് ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും ഇത്തരത്തിലുള്ള അധികാരങ്ങളുണ്ട്. അതുകൊണ്ട് ചിലർ ചോദിക്കാറുണ്ട്, ഈ മതപരിവർത്തന നിയമവുമായി ബന്ധപ്പെട്ട് ഒരു കോടതി കിട്ട നിയമം ഒരു കേസിൻ്റെ പേരിലല്ലേ? ഒരു കേസിൻ്റെ അല്ല, ഏത് കേസിൻ്റെ പേരിലാണെങ്കിലും ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെ നിയമം ഓട്ടോമാറ്റിക്കായിട്ട് ആ ലാൻഡിൻ്റെ റൂളായി മാറും. അങ്ങനെയെങ്കിൽ ഈ ഗുരുദ്വാരയിൽ പോകണം, അവിടെ ചെന്ന് പൂജാതി കർമ്മങ്ങൾ ചെയ്യണം എന്ന നിബന്ധന ഉണ്ടെങ്കിൽ ആ നിയമത്തെ ഞങ്ങൾ ബഹുമാനിക്കുന്നു. ആ നിയമത്തെയും അതിൻ്റെ സംഹിതകളെയും ഒക്കെ ബഹുമാനിക്കുന്നു. ആ ഉത്തരവിട്ട കോടതിയെ ബഹുമാനിക്കുന്നു. പക്ഷേ ഞങ്ങൾക്ക് ലംഘിക്കാതിരിക്കാൻ നിർവാഹമില്ല. അതിൻ്റെ പേരിൽ ജോലി പോകേണ്ടി വരുമ്പോൾ ഒരു വചനം നമ്മളെ ആശ്വസിപ്പിക്കും. സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ. ചിലതരം നഷ്ടങ്ങൾ വരുന്ന ഒരു മാർഗമാണിത്. എന്തൊക്കെയോ ലാഭം നേടാൻ കഴിയുമെന്ന ചിന്തയോടെയും ലാഭം വാഗ്ദാനം ചെയ്തുകൊണ്ടും സുവിശേഷം പ്രസംഗിക്കുന്ന ആളുകളുണ്ട്. ഞങ്ങൾ അരക്കിട്ട് ഉറപ്പിച്ച് പറയുന്നു, അങ്ങനെയല്ല. അനുദിന ജീവിതത്തിന് വേണ്ടതെല്ലാം ദൈവം തരുമെന്നുള്ളൊരു സത്യമാണെങ്കിലും ഭൗതികമായ ചില വാഗ്ദത്തങ്ങളെക്കാൾ അപ്പുറത്ത് സുവിശേഷത്തിന് വേണ്ടി നിവരെ നിൽക്കുന്നവർക്ക് സന്തോഷപൂർവ്വമായി ചില അപമാനങ്ങളെ സഹിക്കാൻ, ചില അപഹാരങ്ങളെ സഹിക്കാനുള്ള വരം കൂടി തരുന്ന ഒരു സംഹിതയാണ് ഈ സുവിശേഷം. ആ ഉറപ്പുള്ളവർക്ക് മാത്രമേ യേശുവിനെ ആത്മാഭിമാനത്തോടെ അനുധാവനം ചെയ്യാൻ സാധിക്കൂ, അനുഗമിക്കാൻ സാധിക്കൂ. അങ്ങനെ നഷ്ടം സഹിക്കേണ്ടി വന്ന ആ മുൻ സൈനികന്, ആ പേര് തന്നെ പറയട്ടെ, നമ്മുടെ രാജ്യം ഇനി എങ്ങോട്ട് പോകുന്നു എന്നുള്ളതിൻ്റെ ചില ദിശാസൂചികയാണ് ഇപ്പോൾ കേൾക്കുന്ന ഇത്തരം ഉത്തരവുകൾ. ഇതാ ധനനായ പൗലോസും നമ്മോട് പറഞ്ഞു, രാജ്യത്തെ ബഹുമാനിക്കണം, ഭരണാധികാരികളെ ബഹുമാനിക്കണം, രാജ്യ നിയമങ്ങളെ ബഹുമാനിക്കണമെന്ന് മാത്രമല്ല അതിന് കീഴടങ്ങിയിരിക്കണം. റെഡിയാണ്. പക്ഷേ അന്ന് റോമിലൊരു നിയമമുണ്ട്. നിങ്ങൾ 2 പേർ കണ്ട് അഭിവാദ്യമർപ്പിച്ചാൽ, നിങ്ങളൊരു കത്തെഴുതിയാൽ, നിങ്ങളൊരു പ്രസംഗം പറഞ്ഞാൽ അത് തുടങ്ങുന്നതും തീരുന്നതും രാജ്യം ഭരിക്കുന്ന ചക്രവർത്തിയെ പ്രകീർത്തിച്ചുകൊണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ നമ്മുടെ കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന റോമാ കൈസറുടെ നാമത്തിൽ നിനക്ക് വന്ദനം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങണം. ഞങ്ങൾ ഈ രാജ്യത്തെ, ലോകത്തേത് രാജ്യത്തെയും അവിടുത്തെ ഭരണാധികാരികളെയും ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു, അംഗീകരിക്കുന്നു. പക്ഷെ ആരാധിക്കാൻ തയ്യാറില്ല. ആ നിശ്ചയദാർഢ്യത്തിന്റെ പേരാണ് സുവിശേഷം.
ഒരു രക്ഷകൻ എന്ന് മാത്രം ഉലകത്തോട് എന്നുമെന്നും പറയാൻ വിളിക്കപ്പെട്ട ആ സമൂഹത്തിന്റെ ധാർമ്മികത, ആ ഉത്തരവാദിത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന സുവിശേഷത്തിന്റെ തനിമയാർന്ന കലർപ്പില്ലാത്ത ആ സ്വഭാവത്തിന്റെ സവിശേഷത ഉലകത്തോട് വിളിച്ചു പറയാം. മറ്റൊരുവരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം. ഞാൻ ഉയർത്തപ്പെട്ടാൽ സകലരും എങ്കിലേക്ക് ആകർഷിക്കപ്പെടുമെന്നരുളിയ ധന്യനായ യേശുക്രിസ്തുവിനെ ഉയർത്തുന്നതാണ് സുവിശേഷം. ആ യേശുക്രിസ്തുവിനെ ഉയർത്തുവാൻ കിട്ടുന്ന ഏതൊരു അവസരം, അത് പാട്ടാകട്ടെ, പ്രസംഗമാകട്ടെ, ലഘുലേഖ വിതരണമാകട്ടെ, ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലും എനിക്ക് യേശുവിനെ ഉയർത്തണം, എനിക്ക് യേശുവിനെ പ്രകീർത്തിക്കണം. ആ യേശുവിനെ പ്രകീർത്തിക്കുവാൻ നിയോഗിതരായിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം കൈസറെ ബഹുമാനിക്കും, ഭരണകൂടത്തെ ബഹുമാനിക്കും, വേണ്ടി വന്നാൽ കൈസർക്ക് വേണ്ടിയും മരിക്കാൻ തയ്യാറുള്ള ഒരു ജനതയാണ് നമ്മൾ രാജ്യസ്നേഹികളാണ്. ഈ രാജ്യത്തിന് വേണ്ടി മരിക്കാനും തയ്യാറുള്ളവരാ. ബാക്കി ഇതെല്ലാം ബഹുമാനിക്കുമ്പോഴും ഒരു കാര്യം പറയാം, ആരാധനക്ക് യോഗ്യൻ ഒരുവൻ മാത്രം. ഈ കരങ്ങൾ, ഈ ഹൃദയം, ഈ മനസ്സ് ആരാധന രൂപേണ മുഴങ്കാലുകൾ മടങ്ങുമെങ്കിൽ അത് ഒരുവന്റെ മുമ്പിൽ മാത്രം. പ്രപഞ്ച സിട്ടാവിന്റെ, ഉലകനാഥന്റെ, സകലത്തിനും കാരണഭൂതനായ ആ ദൈവം മുമ്പാകെ മാത്രം മുഴങ്ങുന്ന മടങ്കാലുകളാണ് ഇത് എന്ന ചിന്തയോടുകൂടി നമുക്കിന്നും ആ ദൈവസന്നിധിയിൽ ആരാധന പുരസരം കടന്നു വരാം. അതുകൊണ്ടേ അത് ചില നഷ്ടങ്ങളുണ്ടെങ്കിലും അതൊന്നും വലിയ നഷ്ടമൊന്നുമല്ല എന്ന് ജീവിതം കൊണ്ട് മനസ്സിലാകും. ഹല്ലേലൂയ. കർത്താവിനെ അറിഞ്ഞതിന് പേരിൽ ചില നഷ്ടങ്ങളൊക്കെ ജീവിതത്തിൽ വരാം. ആ നഷ്ടങ്ങളൊന്നും ഗൗരവമായിട്ട് എടുക്കണ്ട. ആ വിഷയത്തിലൊക്കെ വരുന്നത് റോമിൽ അങ്ങനെ നിയമം നിലനിൽക്കുന്ന കാലത്ത് റോമാലേഖനമല്ല സകല ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ ചെയ്യണം. പൗലോസ് ഇങ്ങനെ ചെയ്തോ? അപ്പോസ്തലന്മാർ ആരെങ്കിലും ചെയ്തോ? അതിൻ്റെ അർത്ഥം എന്താ? ചിലതരം നിയമങ്ങൾക്ക് ഞങ്ങൾ വഴങ്ങില്ല, സാധിക്കില്ല. അത് ധിക്കാരമൊന്നുമല്ല, അത് നമ്മൾ പണ്ടേ തുടങ്ങിയതാണ്. നെബൂഖദ്നേസർ രാജാവേ ഇക്കാര്യത്തിൽ കോംപ്രമൈസ് ഇല്ല. അപ്പോഴും ഞങ്ങൾ വിളിക്കുന്ന തിരുമനസ്സേ എന്നാണ് അല്ലേ? തിരുമനസ്സേ, അങ്ങനെ വിളിക്കൂ, ആദരിക്കും, ബഹുമാനിക്കും, ഒരു തടസ്സവും ഇല്ല. പക്ഷേ ഞങ്ങൾ വഴങ്ങാത്ത ചില കാര്യമുണ്ട്. ഈ കാര്യത്തിൽ പ്രതിവാദത്തിനൊന്നും ഞങ്ങൾ നിൽക്കുന്നില്ല. ഒറ്റ കാര്യം, ഞങ്ങളെ സൃഷ്ടിക്കുക, ഞങ്ങളെ നിയമിച്ചാക്കിയ ഒരു ദൈവം രക്ഷിച്ചാലും രക്ഷിച്ചില്ലെങ്കിലും. നമ്മൾ ചിലരൊക്കെ തിരുത്തിയിട്ട് പറയാറുണ്ട്, രക്ഷിച്ചാലേ നിൽക്കൂ, യഹോവ റാഫ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം, നമ്മളൊക്കെ പാടുന്നു കേട്ടോ. പാട്ടുകാരെ പറ്റിയില്ല കേട്ടോ, അവരല്ലല്ലോ പാട്ടെഴുതുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ നിൽക്കും, അല്ലെ ഞാൻ എൻ്റെ വഴിക്ക് പോകുന്ന. അങ്ങനെയല്ല, രക്ഷിച്ചാലും രക്ഷിച്ചില്ലെങ്കിലും. ഈ നിശ്ചയദാർഢ്യം എത്ര നിയമക്കൾക്കുണ്ട്. രോഗശാന്തി കിട്ടിയാലും ഇല്ലെങ്കിലും, കടഭാരം മാറിയാലും ഇല്ലെങ്കിലും, കഷ്ടപ്പാട് മാറിയാലും ഇല്ലെങ്കിലും, ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും ഇല്ലെങ്കിലും, ഞങ്ങളെ രക്ഷിച്ച ഒരു ദൈവമുണ്ടെന്ന ചിന്തയിൽ അവനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ. അവിടുത്തെ മുമ്പാകെ മാത്രമേ മുഴങ്കാലുകൾ മടങ്ങൂ. ഈ വലിയ ബോധം, ഈ വലിയ ഉത്തരവാദിത്വം നമ്മുടെ എല്ലാം ഉള്ളിൽ ജനിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഈ ലേഖനമൊക്കെ തുടങ്ങുമ്പോൾ ഇത് വന്നിരുന്ന ഈ തെർത്തോസ് പകർത്തി എഴുതുന്നത് ഇതിങ്ങോട്ട് കേൾക്കുമ്പോൾ പൗലോസിന് ഇങ്ങനെ പറഞ്ഞു വിട്ടാൽ മതി. നമ്മൾ അത് ഓർക്കണം. എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ പൗലോസ് അവിടെ കിടന്നങ്ങ് ആജ്ഞയാണ്, നീ അത് അവിടെ കൊണ്ടു കൊടുക്കണം, ലവോദിക്കയിലേക്ക് പോകണം. ഇത് കഴിയുമ്പോൾ നമ്മൾ ചോദിക്കുക, അച്ഛാ ഇതൊക്കെ ശരിയാ, കഴിഞ്ഞ ആഴ്ച ഞാൻ പോയതിൻ്റെ ആ കടം തീർന്നിട്ടില്ല. പായ്ക്കപ്പലിൽ കാറ്റിൻ്റെ ഗതി അനുസരിച്ച് പോകണം. കപ്പൽ പോകുന്ന വഴിക്ക് ആരും കാണാതെ വേണം പോകാൻ. ഇതെല്ലാം കൊണ്ടു കൊടുക്കണം. കെട്ടുകണക്കിനാ ഈ സാധനം കൊണ്ട് പോകണ്ടേ. 16 അധ്യായമുള്ള റോമാലേഖനം ചുമ്മിക്കൊണ്ട് ഇതിങ്ങനെയുള്ള പുസ്തകങ്ങൾ കൊണ്ട് അടുത്തടുത്ത് കൊടുക്കണം. അപ്പോൾ ആ കിടക്കുന്ന സ്ഥലം ഹെഡ് ക്വാർട്ടറും സെൻറ്ററും എല്ലാമായി ജയിലിൽ കിടന്നുകൊണ്ട് ഈ ലോകത്തെ ഇങ്ങനെ ചലിപ്പിച്ച മഹാരഥൻ്റെ പേരാ പൗലോസ്. സ്തോത്രം. ഇന്ന് കാണുന്ന അളവിലേക്ക് ആ പൗലോസ് എന്ന മനുഷ്യൻ ആ ജയിലറക്കിട അകത്ത് കിടന്ന് പ്രാപിച്ച വചനത്തിൻ്റെ ശക്തി എത്ര ശ്രേഷ്ഠമാണെന്നുള്ള തെളിവാ. എത്ര കോടാനുകൂടി വർഷങ്ങൾ ഈ ഭൂമി നിന്നാലും, ക്രൈസ്തവ സഭ ഇങ്ങനെ നിന്നാലും അങ്ങനെ നിൽക്കില്ല. ഞാനൊരു ഭാവന പറഞ്ഞതാ, ആ വരാനിരിക്കുന്ന ജനതയെ മുഴുവൻ ചലിപ്പിക്കാൻ വേണ്ട ഊർജം ആ ജയിലിൽ കിടന്ന് പ്രാപിച്ച ദൈവവൃത്തനിൽ വ്യാപരിച്ച അതേ ആത്മാവ്, അതേ ശക്തിയോടെ, അതേ കൃപയോടെ ഇന്ന് രാത്രി നമ്മളിലും ഉണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ഇനി വരുന്ന കാലം നിരാശയുടേതല്ല, ഇനി വരുന്ന കാലം വേദനയുടേതല്ല, ഇനി വരുന്ന കാലം ആവേശഭരിതമായി തൻ്റെ മക്കൾക്ക് പ്രവർത്തിക്കാനുള്ള കാലമാ, സുവിശേഷം വേഗത്തിൽ അറിയിക്കാനുള്ള പ്രതിജ്ഞാബദ്ധതയുടെ കാലമാ. ആ ഉത്തരവാദിത്വ ബോധത്തോടെ നമുക്ക് കർമ്മനിരതരാകാം. സ്തോത്രം. അപ്പോൾ പൗലോസ് പറയുന്നത് എങ്ങനെ? നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഞാൻ മനസ്സിലാക്കി നമ്മുടെ ആളുകൾക്ക് ഈ അനുഗ്രഹം പലതും കിട്ടാതെ പോകുന്നതിൻ്റെ ഒരു കാരണം ഈ ആശീർവാദം കേൾക്കാൻ നിൽക്കത്തുമില്ല, അഥവാ കേട്ടാൽ ഗൗരവത്തിലെടുക്കത്തുമില്ല. അന്നേരം മിക്കവാറും ആളുകൾ ഈ ബാഗ് ഉണ്ടെങ്കിലും ഒരു പ്ലാസ്റ്റിക് കവറൂടെ കൊണ്ടേ വരുള്ളൂ. ആ പ്ലാസ്റ്റിക് കവറിട്ട് തിരിച്ചാകപ്പാടെ ഒരു വല്ലാത്ത സൗണ്ടും ഒരു ഒറ്റ ഓട്ടമാണ്. പ്രാണൻ പോകുന്ന കാര്യമാണ്. ഈ ആശീർവാദം പൗലോസ് പറയുന്നത് ഭരണകൂടം കേട്ടാൽ തലയങ്ങ് വെട്ടിക്കളയും.
ഇത് പകർത്തി എഴുതിയ തെർത്തോസിന് കിട്ടും വേറെ ശിക്ഷ. ഭയങ്കര കുറ്റമായത്. കാരണം രാജ്യത്തൊരു ദൈവമേ ഉള്ളൂ. കാണപ്പെട്ട ദൈവം ആരാണ്? ആ കൈസറാണ്. കൈസറെ മാറ്റിക്കൊണ്ട് തലസ്ഥാനത്ത് യേശുവിനെ പ്രതിഷ്ഠിച്ച് വച്ചിരിക്കുന്ന രാജ്യവിരുദ്ധത വേണമെങ്കിൽ റിപ്പോർട്ട് ചെയ്യാം. അങ്ങനെ പ്രാണം കൊടുത്ത് പ്രാപിച്ചതൊന്നും നമ്മൾ വെറുതെ കളയാൻ പാടില്ല. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഈ പുസ്തകത്തിൽ ചിന്താർഹമായ ഒരാശയമാണ് നമ്മൾ വായിച്ചത്. അല്പം കൂടി റോമിനെ പറ്റി ഞാനൊന്ന് പറയാം. ഏതാണ്ട് 5 തരത്തിലെ ആളുകളെ റോമിൽ കാണാം. 5 തരത്തിലെ ആളുകൾ. സൂക്ഷ്മാംശങ്ങളിൽ പഠിക്കുമ്പോൾ 5 തരത്തിലും അല്ലാതെ ഒരു 3 തരത്തിലും കാണാം. 5 തരത്തിൻ്റെ ലിസ്റ്റ് ഞാനൊന്ന് പറയാം. ഒന്ന് റോമിലെ ഉന്നത പൗരന്മാരാണ്, പെട്രീഷ്യന്മാർ എന്നവർ വിളിക്കും. രണ്ടാമത്തെ ആളുകൾ പ്ലീബിയൻസ് എന്നറിയപ്പെടും, പെബ്ലിയൻസ് എന്നും ചില ഉച്ചാരണങ്ങളിൽ കാണുന്നു. മൂന്നാമതൊരു കൂട്ടരുണ്ട്, ക്ലൈൻസ് എന്നാണ് പറയുക. ഇനിയൊരു കൂട്ടരുണ്ട് ഡൂലോസ് എന്നാണ് പറയുക. ഇനിയൊരു കൂട്ടരുണ്ട് എക്ഡുലോസ് എന്നാണ് പറയുക. ഇത് പറയുന്ന പോലെ കട്ടിയൊന്നുമല്ല. ഡൂലോസൊക്കെ നമുക്കറിയാമല്ലോ അല്ലേ? കട്ടിയുള്ള കാര്യമൊന്നുമല്ല. ആദ്യത്തെ കാര്യം പെട്രീഷ്യനാണ്. അതിൻ്റെ അർത്ഥം അംബാനിയെപ്പോലെ അദാനിയെപ്പോലൊക്കെ ഉള്ള വലിയ കോടീശ്വരന്മാർ. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ട് എന്ന് കൈയുയർത്തിയാട്ടെ? ഇല്ല. അപ്പോൾ കേൾക്കുന്നുണ്ട്. നമ്മുടെ ആളുകൾ എന്താണെന്നറിയാം, കൈവെക്കും. അതുകൊണ്ടാണ്. അപ്പോൾ അംബാനിയെപ്പോലെ അദാനിയെപ്പോലൊക്കെ ഉള്ള വലിയ കോടീശ്വരന്മാർ, രത്നവ്യാപാരികൾ, കപ്പൽ പ്രമാണിമാർ, അതിസമ്പന്നരായ മനുഷ്യർ, ഇതാണ് പെട്രീഷ്യൻസ്. അല്ലെങ്കിൽ ആ കുലത്തിൽ ജനിച്ചവർ. അങ്ങനെ ആകണം പൗലൂസിനൊക്കെ ഉന്നത റോമൻ പൗരത്വം. അടുത്തത് പ്ലീബിയൻസ് ഉണ്ട്. അവരൊരു ഇടത്തരക്കാരാണ്. ഇവരിത് വളരെ അകലമാണ്, വളരെ അകലമാണ്. സമ്പന്നരാണ്, പക്ഷേ എത്തിപ്പിടിക്കാനാവാത്ത ഉയരത്തിലാണ് പെട്രീഷ്യൻ. പെട്രീഷ്യനെ വെറുതെ ചോദ്യം ചെയ്യാനൊന്നും പറ്റില്ല, ഒരു രക്ഷയില്ല. അവർക്ക് ഒത്തിരി അവകാശങ്ങളും അധികാരങ്ങളും, പ്രിവിലേജസ് എന്ന് പറയും, ഒത്തിരി റൈറ്റ്സ് ഉണ്ട്. ഒരു MLA-ക്കെതിരെ കേസ് വന്നാൽ പെട്ടെന്നൊന്നും അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നിയമം അങ്ങനെ ഈ രാജ്യത്ത്. കാരണം എന്താ? അവർ സ്പീക്കറുടെ കീഴിലാണ്, സ്പീക്കറുടെ അനുമതി വാങ്ങണം. കാരണം നിയമനിർമ്മാണ സഭയിൽ ഉള്ള ആളാണ് അദ്ദേഹം. അതുകൊണ്ടാണ് നമ്മൾ പറയില്ലേ, കളക്ടറുമൊക്കെ MLA-ക്ക് താഴെയാണ്. അതിൻ്റെ കാരണം എന്താ? നിയമം വ്യാഖ്യാനിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ, നടപ്പിലാക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ, നമ്മുടെ പ്രതിനിധിയാണ് ആ പോയി നിൽക്കുന്നത്. നമ്മൾ പറയില്ലേ, ഒരു രാഷ്ട്രീയക്കാരൻ പറഞ്ഞപ്പോൾ എന്തിനാ ഈ SI കേൾക്കുന്നത്, പോലീസ് കേൾക്കുന്നത്? ആൾ രാഷ്ട്രീയക്കാരനാണ് അധികാരം. കാരണം ജനാധിപത്യ രാജ്യത്ത് നമ്മൾ വോട്ട് ചെയ്ത് വിട്ട ആളിനാണ് SIയേക്കാൾ പവർ. നമ്മുടെ ശബ്ദം അത്. മെമ്പറെന്ന് പറഞ്ഞാൽ നമ്മുടെ ശബ്ദമാണ്. ഈ 10,000 പേരുടെ ശബ്ദം ക്രോഡീകരിച്ചൊരുത്തം ചെന്ന് നമുക്ക് വേണ്ടി വാദിക്കുക. നമ്മൾ ഇത്രയും പേരുണ്ട്, നമ്മളാ ശമ്പളം കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അധികാരത്തോട് അവർ ഇടപെടുന്നത്. അങ്ങനെയാണ് എൻ്റെ വ്യാഖ്യാനം. തോറ്റുപോയാൽ തന്നെ ഉണ്ട് അവർക്ക് ചില അധികാരങ്ങൾ, സാമൂഹ്യമായ ചില നോംസ് ഉണ്ട്. ഇത് പെട്ടീഷന്മാർക്ക് അതിൽ കൂടുതലാണ്. വെറുതെ ചോദ്യം ചെയ്യാനൊന്നും പറ്റില്ല. അതുകൊണ്ടാണ് ഒരു റോമാ പൗരനെ വിചാരണ കൂടാതെ ശിക്ഷിക്കുന്ന വിഹിതമോ അടിക്കുന്ന വിഹിതമോ എന്ന ഒറ്റ ചോദ്യത്തിൻ്റെ മുമ്പിൽ അവർ ഭയന്നു പോകുകയാണ്. പ്രത്യാഘാതം വളരെ വലുതാണ്. അപ്പോൾ ഒന്ന് പെട്രീഷ്യനാണെങ്കിൽ, 2 പ്ലിബിയന്മാരാണ്. ഇവർ വന്ന് പാർക്കുന്ന ആളുകളാണ്, വന്ന് പാർക്കുകയോ ഒക്കെ ചെയ്യുന്ന ആളുകളാണ്. സമ്പന്നരാണ്, കച്ചവട താല്പര്യാർത്ഥമൊക്കെ വന്നിട്ടുള്ള ആളുകളാണ്. നമ്മുടെ ലുദിയ ഒക്കെ ഉണ്ടല്ലോ, ഇങ്ങനെയാണ് രക്താംബരം വിൽക്കുന്ന ലുദിയ. യഹൂദ സ്ത്രീയാണ്, പക്ഷെ അവിടെ ചെന്നപ്പോൾ അവിടെ അങ്ങനെ വന്ന് പാർത്തതാണ്. യഹൂദ സ്ത്രീ എന്ന് ഞാൻ പറഞ്ഞത് ഈ ആളുകളുടെ പേര് കൊണ്ട് ഏകദേശം അവരുടെ കൾച്ചറും എവിടുന്ന് വന്നവരെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാമല്ലോ. അങ്ങനെയല്ലേ? ഏകദേശം മനസ്സിലാക്കത്തില്ലേ? ഇല്ലേ? ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ശോശാമ്മ എന്ന പേരുള്ള ഒരു മദാമയെ കണ്ടിട്ടില്ല. അതുകൊണ്ട് പറഞ്ഞാണ്. ഒരു മിഷണറി നമ്മോട് ഇവിടെ നിന്ന് സംസാരിക്കാനുണ്ട്, അങ്കച്ചൻ എന്നാ പേര്. ഞാനങ്ങനെ കണ്ടിട്ടില്ല. അതുകൊണ്ട് പറഞ്ഞാണ്. അച്ചൻകുഞ്ഞെന്ന പേരുള്ള ഒരു സായിപ്പിനെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് പറഞ്ഞാണ്. അതൊക്കെ നമ്മുടെ ആൾക്കാരാണ്. അച്ചൻകുഞ്ഞ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള പേരുകൾ മലയാളി പേരുകൾ. അതുകൊണ്ട് പറഞ്ഞാണ്. ശരിയല്ലേ? അപ്പോൾ ലുധിയ എന്നുള്ള പേര് കേട്ട് ഞാനങ്ങ് സങ്കല്പിച്ചത്. അതിന് നിങ്ങൾ പിണങ്ങേണ്ട കാര്യമില്ല, അവരാരെങ്കിലും ആകട്ടെ. അപ്പോൾ ഇതുപോലെ പെബ്ലിയന്മാരങ്ങനെയാണെങ്കിൽ മൂന്നാമതൊരു കൂട്ടരുണ്ട്, ക്ലൈൻസ്. ഈ പദങ്ങൾ കേട്ടിട്ടുണ്ട്. വക്കീൽ പറയില്ലേ, എൻ്റെ ക്ലൈൻറ്റിൻ്റെ കാര്യത്തിൽ അതിൻ്റെ ഉത്തരവാദിത്തം, കക്ഷി എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവരും വന്നിട്ടുള്ള ആൾക്കാരാണ്, പണിയെടുപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഡെയിലി വേജസ്സുകാരാണ്. ഡെയിലി വേജസ് ആയതുകൊണ്ട് തന്നെ മറ്റധികാരങ്ങളും അവകാശങ്ങളുമില്ല. നേരെ പോയി ഗവർണർ മുമ്പിലൊന്നും നിൽക്കാൻ പറ്റില്ല. ഒരു പെട്രീഷ്യൻ അല്ലെങ്കിൽ അയാൾ ചുമതലപ്പെടുത്തുന്ന ഒരാൾ വന്നു വേണം ഇയാൾക്ക് വേണ്ടി സംസാരിക്കാൻ കോടതിയിൽ. അങ്ങനെ വക്കീലെന്നൊക്കെ ഒരു ആശയം വരുന്നത്. നിയമം അറിയാവുന്ന, റോമിനെ പറ്റി അറിയാവുന്ന ഒരാൾ, റോമൻ കൾച്ചർ അറിയാവുന്ന ഒരാൾ
ഇതെൻ്റെ ക്ലൈൻ്റാണ്, ഞാൻ വില കൊടുത്ത് മേടിച്ച ആളാണ്, ഡെയിലി വേജസിനാണ് മേടിച്ചിരിക്കുന്നത്, ഇങ്ങനെയൊക്കെയാണ്. അതാ ക്ലൈൻസ്. ഈ മൂന്നാമത്തെ കൂട്ടരാണ് ഡൂലോസ് എന്ന് പറയുന്നത്. അവരടിമകളാണ്. അവർക്ക് കൂലിയില്ല, പകരം ഭക്ഷണം, ജോലിക്ക് പകരം ഭക്ഷണം, വേവിച്ച ഗോതമ്പും മുതിരയും ഉപ്പിട്ട് ഭക്ഷിക്കാൻ കൊടുക്കുക, എന്നിട്ട് ജോലി ചെയ്യുക. ഇതാണ് സ്ഥിതി. ഇനി ഇവരിൽ നിന്ന് മോചിതരായ ആളുകളുണ്ട്. അവരെ എക്ഡുലോസ് എന്നാണ് പറയുക. ഡുലോയ് എന്ന് ബഹുവചനം. ഇവിടുന്ന് ഇവരെ മോചിപ്പിച്ചെടുക്കുക. ഇത്രയും തരത്തിലെ ആളുകളുണ്ട്. മോചിപ്പിച്ച് എടുത്ത ആളും സത്യത്തിൽ ഈ രണ്ടാമത്തെ പദവിയിലൊക്കെ എത്തത്തേ ഉള്ളൂ. അതിനപ്പുറത്തേക്കൊക്കെ പോകാൻ ഭയങ്കര പാടാണ്, ബുദ്ധിമുട്ടാണ്. പക്ഷെ ഒരു പ്രശ്നം ഇവിടെയുണ്ട്. ഈ 5 തരം ആളുകൾ സംഘർഷഭരിതമായൊരു കാലാവസ്ഥയിലൂടെ പോകുകയാണ്. എപ്പോഴും ഒരു സംഘർഷമുണ്ടാകാം. അതുകൊണ്ട് തന്നെ ബുദ്ധിമാന്മാരായിരുന്നു പട്രീഷ്യന്മാർ. ഇവർ ആയോധനകല പഠിക്കുന്ന അടിമകളുണ്ട്. ആയോധനകല എന്ന് പറഞ്ഞാൽ അഭ്യാസമൊക്കെ പഠിക്കുന്ന അടിമകൾ. ഇത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, ഈ കുട്ടികളൊക്കെ പറയില്ല അന്യായ തള്ളാന്ന് പറയില്ലേ. എൻ്റെ ജീവിതത്തിൽ ഞാൻ 3 തരം ആളുകളിൽ നിന്നാണ് ഈ തള്ള് എന്ന് പറയുന്ന വിധത്തിലെ കാര്യം കേട്ടത്. ക്ഷമിക്കണം, അത് പറയുന്നില്ല. ഒന്ന് ഈ മിലിറ്ററിയിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാർ, യുദ്ധത്തിലൊക്കെ പോയ കഥ കേൾക്കുമ്പോൾ, നമ്മുടെയൊക്കെ ബാല്യത്തിൽ ഇത് കേട്ടിട്ടില്ലേ. ഞാൻ കാർഗിൽ തോട്ടടുത്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പാകിസ്ഥാൻ ഇങ്ങോട്ട് നിരന്തരം മിസൈൽ എടുത്തെറിയുന്നു. ഞാനും ഒരു വെട്രിവേലും ഉണ്ട്. ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആന്ധ്രയിലെ വെട്രിവേൽ അവിടെ നിൽക്കുന്നു. ഞാൻ ആ മിസൈലെല്ലാം എടുത്ത് കാപ്പി തിളപ്പിച്ചു. നമ്മുടെ ബാല്യത്തിൽ ഇതൊക്കെ കേട്ടിട്ടുണ്ട്. നേരാന്നോർത്ത് നമ്മളിങ്ങനെ അടുത്ത കഥ കേൾക്കാനിരിക്കുക. രണ്ടാമത്തെ ആൾക്കാർ ഈ അഭ്യാസികളാണ്. പുള്ളി അടിച്ച് നിരത്തിയ കഥയാണ് പറയുന്നത്. സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഇവൻ അടിച്ചതും അല്ലേ. മൂന്നാമത്തെ ആളുകൾ ഭൂതത്തെ ഇറക്കുന്ന പാസുമാരാണ്. ഏഴ് ദിവസം കേരളത്തിലെ കെടികെട്ടിയ പല പ്രവാചകന്മാരിവിടെ വന്നു. ഭൂതം പോയില്ല. 7-ാം ദിവസം ഈ ഏഴയും പൂഴിയും ചാരവുമായ പാവപ്പെട്ട ഞാൻ. ഇതുകൊണ്ട് പറഞ്ഞ ഓർത്തപ്പോൾ ഒരു നമ്മുടെ ഒരവസ്ഥ പറഞ്ഞാണ്. ഇതൊക്കെ ഭൂമിയുള്ള കാലത്തോളം തുടരും, പോട്ടെ. അതുകൊണ്ട് ഇവിടെ ഉണ്ടായിരുന്നു ഇത്തരം അടിമകൾ. ഇവർ ആയോധനകല വിദഗ്ധരായിരുന്നു. പക്ഷെ ആർക്കിട്ട് തല്ലണമെന്നൊന്നും അറിയില്ല. ഇന്നും അങ്ങനെയാണ്. ഒരു ഗുണ്ടയ്ക്ക് എന്തിനാ തല്ലുന്നൊരു പിടിയില്ല. അവൻ ഈ ഫോട്ടോ കൊടുക്കുക, നമ്പർ കൊടുക്കുക, ആളിൻ്റെ ലക്ഷണം പറയുക, അവിടെ ചെല്ലുക. ഈ തല്ലുമെല്ലാം കഴിഞ്ഞ് നമ്മൾ ചോദിക്കുക, ചേട്ടാ എന്താ വിഷയം? അതറിയത്തില്ല, ഒരു പിടിയില്ല. ഇവന് വൈരാഗ്യമൊന്നുമില്ല നമ്മളോട്, പ്രത്യേകിച്ച് ഒരു വൈരാഗ്യവുമില്ല, ഒരു വിഷയമില്ല. സുവിശേഷ യോഗം കലക്കാനൊക്കെ വരുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? ഇവർ വൈരാഗ്യത്തിന് വരുന്നതല്ല. ഇങ്ങനെ നിൽക്കുമ്പോൾ ആരെങ്കിലും ഒരു ചായയൊക്കെ മേടിച്ച് കൊടുത്തിട്ട് അവൻ ആദ്യം കുടിക്കേണ്ട സാധനം കുടിച്ചിട്ടാണ് നിൽക്കുന്നത്. കുടിച്ചിട്ട് ഇവനോട് പറയും നീ അധികം ഇങ്ങനെ ചെയ്യും. പിന്നെ പരിശോധിച്ചു. അതുകൊണ്ടാണ് നമ്മളും ഇത് ഇതൊക്കെ കാണുന്ന ആൾക്കാരല്ലേ, അതുകൊണ്ട് നമ്മൾ മൈൻഡ് ചെയ്യാൻ നിൽക്കുന്നത് എന്തുണ്ടാ, ഇവനങ്ങ് പൊക്കോളും. അവന് നമ്മോട് വൈരാഗ്യമൊന്നുമില്ല, ഒരു പിണക്കവും ഉണ്ടായിട്ടല്ല. പാവം മനുഷ്യനും ആയിരിക്കും. ഗുണ്ടകളെല്ലാം അങ്ങനെ, അവരെന്തിനു തല്ലി ആർക്കിട്ട് തല്ലിയെന്നൊന്നും ഒരു പിടിയില്ല. ജോലി ചെയ്യുന്നു, പോന്നു, മാത്രമേ ഉള്ളൂ. ഇതാണ് ഇവരെങ്കിൽ ഇവർ മിലിറ്ററിയിൽ എടുക്കൂല, റൂമിൽ. അതിന് കാരണം എന്താ? ഈ മിലിറ്ററി ശക്തപ്പെട്ടിട്ട് ഭരണകൂടത്തെ നാളെ അട്ടിമറിച്ച് പാകിസ്ഥാനിലൊക്കെ സംഭവിക്കുന്ന പോലെ സംഭവിക്കുമോ എന്നുള്ള പേടി. അവിടെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു മഹത്വം. അതെന്താ മഹത്വം എന്ന് പറയണ്ടേ? ഇത്രയും ജാതികൾ, ഇത്രയും വംശങ്ങൾ, ഇത്രയും വൈരുദ്ധ്യങ്ങൾ നിലനിൽക്കുന്ന രാജ്യമാണ് നമ്മുടെ. പക്ഷെ ഒരു മിനിറ്റ് പോലും ഇന്ത്യ പട്ടാളം ഭരിച്ചിട്ടില്ല. ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ് പോലും ഭരിച്ചിട്ടില്ല. അത് ഭരണഘടനയുടെ ഗുണമാണ്. അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ, സംവിധാനം അങ്ങനെയാണ്. അത് പോട്ടെ. അപ്പോൾ പറഞ്ഞത് റോമിങ്ങനെയാണ്. മറ്റൊന്നു കൂടി റോമിനെ പറ്റി പറയാം. എന്നിട്ട് അവിടെ വിരസമായ ചരിത്രം ഞാനങ്ങ് വിട്ടേക്കാം. റോമിലാണ് നീതിന്യായ കോടതികളുടെ ഇന്ന് കാണുന്ന ശൈലിയുടെ ഒരു പൂർവ്വരൂപം. അതിനു മുമ്പും കോടതികളുമൊക്കെ ഉണ്ടെങ്കിലും ഇന്ന് നമ്മുടെ തൊട്ടടുത്ത കോടതി എനിക്ക് ചങ്ങനാശ്ശേരിയാകണം, അങ്ങനെയാണ്. അല്ലെങ്കിൽ തിരുവല്ല കോടതിയാകണം. ഇത് പത്തനംതിട്ട ജില്ലയാണെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ തിരുവല്ലയാകണം കോടതി. അപ്പോൾ ഈ കോടതിയിൽ ഇപ്പോഴും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഭാഷ റോമൻ ഭാഷയാണ്, ലാറ്റിൻ ഭാഷയാണ്. റോമക്കാരൻ്റെ ഭാഷയാണ് ലാറ്റിൻ. ഇന്നും തിരുവല്ല കോടതിയിൽ ഉപയോഗിക്കുന്ന ഭാഷ ലാറ്റിൻ ഭാഷയാണ്. എന്താ കാര്യം? നമ്മളിൽ ഒരാളെ കാണാതായെങ്കിൽ കാണാതെ പോയ ആ മനുഷ്യനെ കണ്ടുകിട്ടാൻ വേണ്ടി നമ്മൾ കോടതിയിൽ ഒരു അർജി കൊടുക്കും. അതിൻ്റെ പേര് ഹേബിയസ് കോർപ്പസ് എന്നാണ്. ഇത് ലാറ്റിൻ പദമാണ്. നമ്മൾ ജുഡീഷ്യറി എന്ന് പറയുമല്ലോ, അത് ലാറ്റിനാണ്. കോടതിക്കൊരു രീതിയുണ്ട്, കോടതിക്കൊരു സ്ലോഗൻ പോലെ അതിൻ്റെ സിഗ്നേച്ചർ എന്ന് പറയാവുന്ന വേർഡുണ്ട്. അതെന്താ പറയണ്ടേ? ഓടി ആർട്ടം പാർട്ടം. അതിൻ്റെ അർത്ഥം രണ്ട് സൈഡും കേൾക്കണം. പാതി പറയുന്നതും പ്രതി പറയുന്നതും കേൾക്കണം. ഇങ്ങനെ ഒരാളൂടെ ഉണ്ട്, അത് ദൈവമാണ് അല്ലേ? രണ്ട് സൈഡും കേൾക്കും.
നമ്മൾ പ്രാർത്ഥിച്ചാലും ശത്രു പ്രാർത്ഥിച്ചാലും കേൾക്കും. അതുകൊണ്ട് വലിയ വീര്യം വെച്ച് പ്രാർത്ഥിക്കരുത്, ഒരുത്തൻ തകരാണെന്നും പ്രാർത്ഥിക്കരുത്. കാരണം എന്താ? ദൈവം രണ്ട് സൈഡും കേൾക്കുമെന്ന്. രണ്ട് വശവും കേട്ടിട്ട് നീതിയുള്ള ന്യായാധിപതി ഒരു വിധിയൊക്കെ പുറപ്പെടുവിക്കുള്ളൂ. അതിനെ ദൈവത്തിൻ്റെ ഹിതം അറിഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന്, ദൈവത്തിൻ്റെ പദ്ധതി അറിഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന്. ഒഡിബിൾ ആയിരിക്കണം. യു ഷുഡ് ബി ഒഡിബിൾ ഫോർ ബോത്ത് സൈഡ്. രണ്ട് സൈഡും കേൾക്കണമെന്ന്, രണ്ട് വശവും കേൾക്കണം. ചില ആളുകൾ ആദ്യം ചെന്ന് പറയുന്ന ആൾ പറയുന്നത് കേൾക്കും, അതതിൻ്റെ ഒരു വശം. ദോഷം അവിടെയാണ് സംഭവിക്കുന്നത്. ഇതെല്ലാം ഉണ്ടായത് റോമിൽ നിന്നാണ്. അപ്പോൾ ജുഡീഷ്യറി, വാറണ്ട് ഇന്ന് കേൾക്കുന്ന ആ പദങ്ങളെല്ലാം തന്നെ വന്നത് റോമിൽ നിന്നാണ്. അപ്പോൾ ഇങ്ങനെയുള്ള റോം നോക്കണം, ചക്രവർത്തിയാണ് ഭരിക്കുന്നതെങ്കിലും ഇങ്ങനെയൊക്കെ കുറേ നന്മകൾ ആ നാട്ടിലുണ്ടായിരുന്നു. ഇതൊക്കെ എന്തിനാണ് ഉപയോഗിച്ചത്? ഈ അപ്പാർത്തീഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ജനത്തെ ഭിന്നിപ്പിച്ച് ഭരിക്കുന്നൊരു കാലത്ത് പൊട്ടാനിരിക്കുന്ന ഒരു അഗ്നിപർവ്വതം പോലെ മനുഷ്യൻ്റെ ഹൃദയത്തിൽ എപ്പോഴും തിരിച്ചടിക്കാനുള്ള ഒരു ത്വരയും ഒരു പ്രവണതയും കിടക്കുമ്പോൾ ഇതിനെ ശമിപ്പിക്കാൻ വേണ്ടി അവർ ചെയ്തുകൊണ്ടിരുന്ന ചില കലാപരിപാടികളുണ്ട്. അതിലൊന്നാണ് മൃഗയുദ്ധം. എന്താ മൃഗയുദ്ധം എന്നറിയണ്ടേ? രണ്ട് പരിശീലനം സിദ്ധിച്ച മൃഗങ്ങളെ കൊണ്ടു നിർത്തുക. പരിശീലനം സിദ്ധിച്ച ധാരാളം മൃഗങ്ങളെ കൊണ്ടു നിർത്തിയിട്ട് അതിൻ്റെ മുമ്പിൽ ഒരു മനുഷ്യനെ നിർത്തി അതിനോട് ഏറ്റുമുട്ടാൻ പ്രേരിപ്പിക്കുക. ചില ഘട്ടങ്ങളിൽ കരുത്തരായ ചില മനുഷ്യർ ഇത്തരം കാളക്കുറ്റന്മാരെ നിലത്തടിക്കുന്ന രീതി കണ്ടിട്ടുണ്ട്. അങ്ങനെ ആയോധന കല പഠിച്ച ആളുകൾ ഈ കാളയുടെയും മറ്റും കൊമ്പുകളിൽ പിടിച്ച് തിരിച്ച് ഏതെങ്കിലും രൂപത്തിൽ കാളയെ മലർത്തിയടിച്ചാൽ അവനെ എക്ഡുലോയ്, അതായത് അടിമത്തം വിമോചിക്കപ്പെട്ടവൻ എന്ന് പ്രഖ്യാപിക്കുകയും അവനിനി അടിമയല്ല, അവന് ധാരാളം പണം കൊടുക്കും, അവന് പാരിതോഷികൾ കൊടുക്കും. ഇത് കണ്ട് ചെറുപ്പക്കാർ ആകൃഷ്ടരായി വന്ന് ഇങ്ങനെയുള്ള കാളക്കുറ്റനോട് മല്ലുപിടിച്ച് ജയിക്കാനൊക്കെ ശ്രമിക്കും. പൗലോസ് പറയുന്നില്ലേ, ഞാൻ എഫസോസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്തത് വെറും മാനുഷ്യമെന്ന് വരികിൽ. ഇതിൻ്റെ അർത്ഥം എന്താ? പൗലോസ് ഇങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നപ്പോൾ കാളക്കുറ്റനോട് പിടിച്ചെന്നല്ല, പിന്നെന്താ? സ്പിരിച്വലാണെന്നാണ് പറയുന്നത്. പോരാട്ടമുള്ള ദുഷ്ടസേനയോട് പിടിച്ച് ജയം വരിച്ച അനുഭവം പറയുന്നത് മാനുഷ്യമെന്ന് വരികിൽ, മാനുഷ്യമല്ലാന്ന് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ കണ്ട് ആകൃഷ്ടരായി വരുമ്പോൾ അന്ന് യജമാനന്മാർ, പെട്രീഷ്യന്മാർ അടിമകളെ ഉപയോഗിച്ചു കൊണ്ടിരുന്ന രീതി മദ്യം കൊടുത്തും നല്ല ഭക്ഷണ പദാർത്ഥങ്ങൾ കൊടുത്തും തടിപ്പിച്ച ശരീരം, പുഷ്ടിയുള്ള ശരീരം ഉളവാക്കിയിട്ട് ഇവരോട് പറയും, നീ പടപൊരുതി ജയിച്ചാൽ നീ അടിമത്തം റദ്ദ് ചെയ്യാം, 2 സുന്ദരിയായ പെൺകുട്ടികളെ നിനക്ക് ഭാര്യമാരായി തരാം. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ധാരാളം കള്ള് കൊടുത്ത് മദ്യം കൊടുത്ത് അവിടെ നിന്ന് കിട്ടാവുന്ന മയക്കുമരുന്നുകൾ കൊടുത്ത് ചെറുപ്പക്കാരിലെല്ലാം ലക്ഷ്യബോധമില്ലാത്ത ഒരു ജീവിത ബോധം അങ്ങനെ അങ്കുരിച്ചു. ഈ ഒരു പരിസ്ഥിതിയും കൂടുതൽ കലാപകലുഷിതമായി. കാരണം അടിമകൾ ധാരാളമാണ്, അറിവില്ല, വിവേകമില്ല. അറിവും വിവേകവും ഇല്ലാത്ത ആളുകൾ മദ്യം കൂടി കഴിക്കുന്നു, മയക്കുമരുന്ന് കഴിക്കുന്നു. ഇങ്ങനെ വരുന്ന ഘട്ടത്തിൽ ഇവർ വയലൻ്റായി യജമാനന്മാർ പ്രതീക്ഷിച്ചതിൻ്റെ വിപരീത ദിശയിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. എന്താണ്? തരം കെട്ടുമ്പോഴൊക്കെ യജമാന സ്ത്രീകളെ ഉപദ്രവിക്കുക, അവരുടെ കുടിലുകൾ അവരുടെ വീടുകൾ നശിപ്പിക്കുക, കന്നുകാലികളെ പിടിച്ച് ഭക്ഷിക്കുക. ഇങ്ങനെ ക്രൂരന്മാരായി തീർന്നു. മദ്യം കൂടുതൽ കിട്ടാനുള്ള ആ സിൻഡ്രോംസ്, വിത്ഡ്രോവൽ സിൻഡ്രോംസ് നമ്മൾ പറയില്ലേ, മദ്യം നിർത്തിക്കഴിഞ്ഞവൻ്റെ ബുദ്ധിമുട്ട്, ഇതെന്നും പ്രശ്നകലുഷിതമാണ്. ഇത് തീർക്കാൻ പറ്റുന്നില്ല. മാറി മാറി ഓരോ തരം പ്രവണതകൾ അവർക്കിടയിൽ സംഭവിക്കുമ്പോൾ ഒന്നുകൂടിയുണ്ട്, ഇവർക്കിടയിൽ ഇങ്ങനെ രൂപപ്പെട്ടു വരുന്ന വിമത ശബ്ദങ്ങളെ, ഒറ്റപ്പെട്ട വിപ്ലവങ്ങളെ അടിച്ചമർത്താൻ വേണ്ടി അവർ ആവിഷ്കരിച്ച പദ്ധതിയ വാസ്തവത്തിൽ ക്രൂശ് മരണം. കാരണം വിപ്ലവകാരികളെ ക്രൂശിൽ തറച്ച് കൊന്നാൽ, അതും പെരുവഴിയോരത്ത് കൊന്നാൽ, ഇത് കണ്ടുവരുന്ന പിന്നീടുള്ള മനുഷ്യർക്ക് ഇങ്ങനെയുള്ള സംഘടനകളിൽ പ്രവർത്തിക്കാനോ തീവ്രവാദികളാകാനോ കഴിയില്ല. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ശിക്ഷ പൊതുസ്ഥലത്താക്കുന്നത് പോലെ ആളുകളെ വഴിയരികിൽ ക്രൂശിക്കണം. അപ്പോൾ ഒരു കാര്യം പിടികിട്ടില്ലേ, ആരെയാണ് ക്രൂശിക്കുന്നതെന്ന്? റോമിലെ അടിമകളെ. അതും അടിമകളെ വെറുതെ ക്രൂശിക്കുകയല്ല, ചാരപ്പണി ചെയ്തവരെ, രാജാവിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചവരെ, യജമാനന്മാരുടെ സ്വത്തപകരിച്ചവരെ, ഈ വലിയ കെട്ടുവള്ളങ്ങൾ മുക്കിക്കളഞ്ഞ് അതിനകത്തെ ചരക്കുകൾ കൊള്ളയടിച്ചവരെ, ആളുകളെ നിഷ്കരണം കൊന്നവരെ. നമ്മളൊരു പദം പഠിക്കും, അവനെ അധർമ്മികളുടെ കൂട്ടത്തിൽ എണ്ണി. നസ്രായനായ യേശുവിനെ അധർമ്മികളുടെ കൂട്ടത്തിൽ എണ്ണി ക്രൂശിച്ചു കൊല്ലാൻ കാരണം ദൈവമൊക്കെ മനസ്സിലായി കാണും. ഞാൻ പറയട്ടെ, ഇങ്ങനെ കിടന്ന റോമിൽ ആളുകൾ ഒതുങ്ങുന്നില്ല. ഒറ്റപ്പെട്ട വിപ്ലവങ്ങൾ അത് തിരയടിക്കും പോലെ ചില ഘട്ടങ്ങളിൽ ഭരണകൂടത്തെ അടിമുടി വിറപ്പിക്കുന്ന പരിസ്ഥിതി സംജാതമായപ്പോൾ ഇതിന് തടയിടാൻ ഭരണകൂടം ഒരു സിദ്ധാന്തം കൊണ്ടുവന്നു. അത് വളരെ ചെറുതാണ്. അത് 1 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് ഞാൻ ബൈബിളിലേക്ക് നേരെ കിടക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ ഇതൊക്കെ? അപ്പോൾ അതുകൂടി പറയാം. സർക്കാർ കൊണ്ടുവന്ന ഒരു നിയമത്തിൻ്റെ പേരാണ് പാക്സ് റൊമാന എന്ന് പറയും. അതിൻ്റെ അർത്ഥം റോമൻ പീസ്, റോമൻ സമാധാനം. എന്തായിരുന്നു റോമൻ സമാധാനം എന്നറിയണ്ടേ? ക്രൂശിച്ചിട്ട് അത് ധാരാളം അടിമകളെ വഴിയോരത്തിങ്ങനെ ക്രൂശിക്കും. ഇങ്ങനെ ധാരാളം പേര് ക്രൂശിക്കപ്പെട്ട് കിടക്കുന്ന കാണുമ്പോൾ ഒരു സമാധാനം വന്നു. തല്ലി ഒതുക്കും. നമ്മുടെ അടിയന്തരാവസ്ഥ എന്നൊക്കെ പറയല്ലോ പണ്ട്, അടിച്ചൊതുക്കുക.
അക്രമികളെ അടിച്ചൊതുക്കുക. ഇതാണ് സ്ഥിതി. കുട്ടികളൊക്കെ സമരം ചെയ്ത് കഴിഞ്ഞ് പോലീസ് ഒന്ന് പെരുമാറിപ്പോയി കഴിഞ്ഞ് ആ കുട്ടികളുടെ അവസ്ഥ കണ്ടിട്ടുണ്ടോ? വഴി കിടക്കുക, അതാ സമാധാനം. കുട്ടികൾ വയലൻ്റായി, പോലീസ് ആകാശത്തേക്ക് വെടിവെച്ചു, 2-3 പേര് മരിച്ചു. ഇങ്ങനെയൊക്കെയുള്ള കഥകൾ കേൾക്കുമ്പോൾ ഓർക്കണം, എന്തിനു ചെയ്തതാ? സമാധാനം വരാൻ ചെയ്തതാ. ഇതിൻ്റെ പേരാണ് പാക്സ് റൊമാന. അടിമകളുടെ എണ്ണം പറഞ്ഞ് വഴിയിലിട്ട് ക്രൂശിക്കുക. പക്ഷേ ഇതങ്ങോട്ട് കഴിയുമ്പോൾ ഈ മരിച്ചവൻ്റെ സുഹൃത്തുക്കളൊക്കെ ഒത്തുകൂടും, അവൻ്റെ സഹോദരങ്ങൾ ഒത്തുകൂടി അടുത്ത തീവ്രവാദ സംഘടനയ്ക്ക് രൂപം കൊടുക്കും. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ കലാപം നടത്തും. ഇങ്ങനെ റോമിൽ ഒത്തിരി വിപ്ലവങ്ങൾ ജയിച്ചിട്ടുണ്ട്. സ്പാർട്ടക്കസിൻ്റെ ഒക്കെ ചരിത്രം പഠിച്ചാൽ അത് മനസ്സിലാവും. ഇങ്ങനെ കഥ. പക്ഷെ ഒരു കാര്യം അറിയട്ടെ, പലതരം വിപ്ലവാശയങ്ങളും സമാധാനത്തിൻ്റെ പ്രതിവിധികളും രൂപപ്പെട്ടപ്പോൾ അവരെയെല്ലാം അമ്പരപ്പിച്ചുകൊണ്ട് ഒരിക്കലായി ഒരുവൻ ക്രൂശിക്കപ്പെട്ടു. മുഴുലോകത്തിനും സമാധാനം. പാക്സ് റൊമാനയല്ല, മുഴുലോകത്തിനും സമാധാനം. ക്രിസ്തുയേശുവിലെ സമാധാനം. എന്താ കാരണം? നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി. ഉലകത്തിന് മുഴുവൻ സമാധാനം വരുത്തുവാൻ കർത്താവായ യേശുക്രിസ്തു എന്ന യുഗപുരുഷൻ ഇന്നേക്ക് 2000 ആണ്ടുകൾക്കപ്പുറത്ത് ക്രൂശിക്കപ്പെട്ടപ്പോൾ റോമിന് മാത്രമല്ല ഉലകത്തിന് മുഴുവൻ സമാധാനം. ആ സമാധാനത്തിൻ്റെ സന്ദേശം റോമാ സമൂഹത്തോടും റോമൻ ഭൂപടത്തിൻ്റെ പരിധിക്കുള്ളിൽ അധിവസിക്കുന്ന ജനത്തോടും ഉച്ചസ്ഥരം ഘോഷിക്കാൻ ദൈവത്താൽ നിയോഗിതനായ ധനനായ പൗലോസ് സുവിശേഷം അറിയിച്ചു. റോമിൽ, കൊരിന്തിൽ, എഫെസോസിൽ പലയിടങ്ങളിൽ സുവിശേഷം അറിയിച്ച് 3 പതിറ്റാണ്ടാണ് അദ്ദേഹത്തിന് കിട്ടിയത്. 30 കൊല്ലം കഴിയുമ്പോൾ ചാരിതാർത്ഥ്യ ബോധത്തോടെ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ വിശ്വാസം ലോകം മുഴുവൻ പ്രസിദ്ധമായിരിക്കുന്നു. ഫേസ്ബുക്കൊന്നും ഇല്ലാത്ത കാലത്തെ, ആധുനിക സംവിധാനങ്ങളും പത്രങ്ങളും ഒന്നും ഇല്ലാത്ത കാലത്തെ, ഉച്ചഭാഷകളില്ലാത്ത കാലത്തെ ലോകം മുഴുവൻ ഈ വിശ്വാസത്തെ പ്രസിദ്ധമാക്കാൻ ഒരു മനുഷ്യന്റെ നിശ്ചയദാർഢ്യത്തിന് അത്രയും കഴിവുണ്ടായിരുന്നെങ്കിൽ നമുക്കിന്ന് പ്രതിജ്ഞാബദ്ധരാകണം. ഈ സുവിശേഷം മാത്രമേ ലോകത്തിന് സമാധാനം നൽകൂ എന്ന് റോമിൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ 3 നൂറ്റാണ്ടുകളുടെ വ്യത്യസ്തതയ്ക്കപ്പുറത്തേക്ക് റോമൻ സാമ്രാജ്യമാകെ മാറി. ഈ സുവിശേഷം അവിടെ എല്ലാം വ്യാപരിച്ചു. സ്ഥിതിഗതികൾക്ക് മാറ്റമുണ്ടായി. അതിൻ്റെ തൊട്ട് മുമ്പ് ഈ പൗലോസ്ലീഹയുടെ ശുശ്രൂഷയോട് ബന്ധപ്പെട്ട് അദ്ദേഹം റോമിൽ രൂപപ്പെട്ട ആ സഭയോട് പറയുന്ന ആലോചനയാണ് റോമർക്ക് എഴുതിയ ലേഖനം. ഇത് പ്രധാനപ്പെട്ട ചില ആശയങ്ങൾ നമുക്ക് തരുന്നു. ഇത് പറയുന്ന പ്രധാന സന്ദേശം വിശ്വാസത്താലുള്ള നീതീകരണം. അതിൽ ദൈവാസന്മാരെല്ലാം പഠിക്കും. സൺഡേ സ്കൂൾ കുട്ടികളെയും ഇത് പഠിപ്പിക്കാറുണ്ട്. ദത്തെടുപ്പാണ്, വീണ്ടെടുപ്പാണ് ഇതിലെ സുശക്തമായ മറ്റൊരാശയം. പിന്നെ ആ ക്രിസ്തുയേശുവിൻ്റെ ആ കൃപയിൽ നിരന്തരം തുടരുന്ന ആളുകൾക്ക് കിട്ടുന്ന പുത്രത്വവും ഇതെല്ലാം ഇതിൽ പ്രകടമാണ്. ഇതെല്ലാം വസ്തുതാപരമായി രേഖപ്പെടുത്തി വച്ചിരിക്കുക ഈ ഗ്രന്ഥത്തിൽ. ഇവിടെ നമ്മൾ വായിച്ച വചനം ഇങ്ങനെയാണ്: സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവോർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുക. താഴോട്ടുള്ള വാക്യങ്ങളും നമുക്ക് ഇതിൻ്റെ ചേർത്ത് തന്നെ പറയേണ്ടതാണ്. സമയപരിധി കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അതുകൊണ്ട് ആദ്യം ഈ വചനമൊന്ന് ശരിയായ വിധത്തിൽ പരിശോധിക്കാം. സഹോദരന്മാരെ, ദൈവത്തിൻ്റെ മനസ്സലിവോർപ്പിച്ചു. അപ്പോൾ സുവിശേഷ വ്യാപനത്തിൻ്റെ മീഡിയ അല്ലെങ്കിൽ അതിൻ്റെ പ്രചോദനം, അതിൻ്റെ റീസൺ മേഴ്സി ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ കൃപയാണ്. എസൻഷ്യലായൊരു വേടാത്. ഭക്തരെ സംബന്ധിച്ചിടത്തോളം, സകല മനുഷ്യരെ സംബന്ധിച്ചിടത്തോളവും സുശക്തമായൊരു പദമാണ് ദൈവത്തിൻ്റെ കൃപ. ആ പദമാണ് സുവിശേഷം നമുക്ക് പ്രോമിസ് ചെയ്തത്. ആ കൃപയാലത്രേ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കൃപയെന്ന് പറഞ്ഞാൽ എന്താ? അനർഹമായൊരു പദവിയാണ്, അനർഹമായതൊന്നാണ്. അതുകൊണ്ട് അനർഹമായ അളവിൽ നമ്മോട് ദൈവം കാട്ടിയ ഔദാര്യമുണ്ടല്ലോ, ആ ഔദാര്യത്താൽ ദൈവത്തിൻ്റെ കൃപയാൽ ഞാനൊരു കാര്യം നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്താം. എന്താണ് ആ കാര്യം? ദൈവത്തിൻ്റെ മനസ്സൊളിപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, ഞാൻ നിങ്ങളെ എക്സോർട്ട് ചെയ്യുന്നത്, ഞാൻ നിങ്ങൾക്ക് തരുന്നൊരു ടീച്ചിങ്. അതെന്താണ്? നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി. ഈ 2 പദങ്ങൾ നമ്മൾ പലരും ധരിച്ചു വച്ചിരിക്കുന്ന അല്പം വിഭിന്നമാണ്. ഒന്നാമതായി, ഇത് നമ്മുടെ സൺഡേയിലോ അതല്ലെങ്കിൽ മറ്റു ഘട്ടങ്ങളിലോ നടക്കുന്ന ഒരു ആരാധനയെക്കുറിച്ചല്ല. കാരണം അതിന് ഉപയോഗിക്കേണ്ട പദം പ്രോസ്കുനിയ ആണ്, ആരാധന. ഇത് മറ്റൊരു പദമാണ്. ഞാൻ അങ്ങനെ കഠിനമായൊരു പദത്തിൻ്റെ വിശദീകരണത്തിനൊന്നും പോകുന്നില്ല. മറിച്ച് ഇതെന്താണെന്ന് ഞാൻ പറയാം. ഇതൊരു ലൈഫ് സ്റ്റൈലാണ്. ഒന്നുകൂടി പറഞ്ഞാൽ, ഷാരോൻ്റെ ഒരു CEMൻ്റെ പ്രോഗ്രാമിന് ഞാൻ
3-4 വർഷങ്ങൾക്ക് മുമ്പ് പോയി. അപ്പോൾ ഈ പ്രാർത്ഥനയെ പറ്റിയൊക്കെ ഉള്ളൊരു ക്ലാസ് ഇങ്ങനെ എടുക്കുകയാണ്. സത്യത്തിൽ ഈ പ്രാർത്ഥനയെപ്പറ്റി ഒരു ക്ലാസ് എടുക്കാൻ വേണ്ട അറിവും പ്രാപ്തിയോ ഒന്നും എനിക്കില്ല. കാരണം ഞാനൊരു പ്രയർ വാരിയറൊന്നുമല്ല. അങ്ങനെയാണ്. അപ്പോൾ ഞാനത് ആദ്യമേ പറഞ്ഞു. അപ്പോൾ ആ കൂടെ ഈ പ്രാർത്ഥിക്കുന്ന ആളുകൾ ചില ശൈലികൾ മാറ്റി, സൗണ്ടൊക്കെ മാറ്റി ഈ പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിക്കുമ്പോൾ ചെയ്യുമല്ലോ. സാധാരണ സംഭാഷണം വിട്ട് പ്രാർത്ഥിക്കുമല്ലോ, തൊണ്ടയൊക്കെ ഒന്ന് ഇടറി അർത്താവേ ഇങ്ങനെയൊക്കെ ആക്കുമല്ലോ. സാധാരണ സംഭാഷണത്തിൽ അതില്ല അല്ലേ, നമ്മളൊക്കെ വിളിക്കുന്ന സാധാരണ. അപ്പോൾ ഇതിനൊരു പഞ്ച് വരാൻ വേണ്ടി നമ്മളൊക്കെ എന്ത് ചെയ്യും അറിയില്ല. കരം പ്രയോഗിക്കേണ്ടത് അധികരം, മൃദു പ്രയോഗിക്കേണ്ടത് കോശം, കോശം പ്രയോഗിക്കേണ്ടത് അനുനാസികം. അത് ഇവർക്കറിയാം കൂടുതലായിട്ടല്ലേ. അനുനാസികം മൂക്കിൻ്റെ സഹായത്താൽ അല്ലേ. പാട്ടൊക്കെ നല്ല, പക്ഷേ മൂക്കുകൊണ്ട് പാടിക്കഴിഞ്ഞാൽ അനുനാസികം. അക്ഷരങ്ങൾക്കിങ്ങനെ വർഗീകരണമുണ്ട്. ക, ച, ട, ത, പ. അതാണ് കരം. അധികരമാണ് ഇക്ക, ഇച്ച, ഇട്ട. രണ്ടാമത്തെ ലൈനിൽ വരുന്നതാണ് അധികരം എന്ന് പറയും. കട്ടി കൂടും. അപ്പോൾ ഈ കരം പ്രയോഗിക്കേണ്ടത് അധികരം പ്രയോഗിച്ചാൽ കേൾക്കാനൊരു രസമുണ്ട്, പ്രസംഗത്തിനൊക്കെ ഒരു ഉണർവും ഒക്കെ ഉണ്ട് അല്ലേ. സത്യമാണത്. അപ്പോൾ ഞാനിതൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒരാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അയാൾ ചൂടായി. ചെറുപ്പക്കാരനാ. എന്നിട്ട് ഇത്രയും നേരം നിങ്ങൾ പറഞ്ഞല്ല പ്രാർത്ഥനയെപ്പറ്റി പറഞ്ഞു. ഒരു ദിവസം എത്ര നേരം പ്രാർത്ഥിക്കും? ഞാൻ പേടിച്ചു പോയി. എൻ്റെ ഒരു കാരണം, ഈ മൊത്തം മനുഷ്യരെ ആകത്തുകയിൽ പരിശോധിച്ചാൽ അതിൽ ഏറ്റവും കുറച്ച് പ്രാർത്ഥിക്കുന്നത് ഉപദേശിമാരാണ്. എല്ലാവരും അല്ല കേട്ടോ, കൃപയുള്ളവരുണ്ട്. അതിൽ കുറച്ച് പ്രാർത്ഥിക്കുന്ന കൺവെൻഷൻ പ്രസംഗരാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ അതിന് പല ന്യായീകരണമുണ്ട്. എനിക്ക് അവിടെ ആയിരുന്നു, ഇന്നലെ എനിക്ക് ഇവിടെ ആയിരുന്നു, കഴിഞ്ഞ ദിവസം ഞാൻ രാത്രി വെളുപ്പിനെ വന്നതേ ഉള്ളൂ. ഇതൊക്കെ ഉണ്ട്, സത്യം അത്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇത്ര ദിവസമായി, ഇങ്ങനെയൊക്കെ നമ്മൾ പറയും. അപ്പോൾ ഞാൻ പേടിച്ചു പോയി. ഇദ്ദേഹം ഒന്ന് ശാന്തമായപ്പോൾ ഞാൻ ചോദിച്ചു, ഭാര്യയായിട്ട് എന്തെങ്കിലും പിണക്കമാണോ? പുള്ളിക്കാരൻ പറഞ്ഞു ചെറിയൊരു പ്രശ്നമുണ്ടെന്ന്. എന്നാൽ നിങ്ങളാരും പറയുന്ന പോലെയല്ല, എനിക്കും അത്യാവശ്യ കൃപാവരങ്ങളുണ്ടെന്ന് മനസ്സിലായൊരു ദിവസമാണ്. അപ്പോൾ ഇദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു സത്യമാണോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതൊരു സൗന്ദര്യപ്പിണക്കം. അതൊന്നും അല്ല ഇല്ലല്ലോ നമ്മുടെ വിഷയം, അതൊരു വിഷയമല്ല അല്ലേ. സൗന്ദര്യപ്പിണക്കം ഏത് വീട്ടിൽ അതൊക്കെ ഉണ്ടാവാത്തേ. അപ്പോൾ അതുകൊണ്ട് ഞാനും പറഞ്ഞു അതങ്ങനെ തന്നെയാണ് ഞാനും കാണുന്നുള്ളൂ, ചെറിയൊരു പ്രശ്നം. അപ്പോൾ അവർ കൂടണ്ടോ? ഇല്ല. അവർ വീട്ടിൽ പോയില്ലേ? വീട്ടിൽ പോയി. കുഞ്ഞിനെയും കൊണ്ടുപോയില്ലേ? കൊണ്ടുപോയി. അന്നേരം പുള്ളി പറയാ ഇത്രയും ഞാൻ പറഞ്ഞ കറക്റ്റ് ഒത്തു. എനിക്ക് കുറേ കൂടെ പറയുന്നുണ്ടാവും, പക്ഷേ എനിക്ക് പ്രോഗ്രാം വന്നാൽ അടുത്ത പ്രോഗ്രാം ഡീൽ ചെയ്യാൻ അറിയത്തില്ല വരും. അതാ ഡയറിയൊക്കെ കയ്യിലുണ്ട്, ഇഷ്ടംപോലെ മീറ്റിങ്ങും കിട്ടും, പക്ഷേ അടുത്ത പ്രോഗ്രാം ഹാൻഡിൽ ചെയ്യാൻ ഇപ്പോൾ പറഞ്ഞ കൃപ പോരാ. അതുകൊണ്ട് ഞാൻ അത്രയും പറഞ്ഞ് നിർത്തി കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു. അന്നേരം പുള്ളി തന്നെ അങ്ങോട്ട് കയറി പറഞ്ഞു ഞങ്ങൾക്ക് പിണക്കമൊന്നുമില്ല, ഇങ്ങോട്ട് വിളിച്ചു രാവിലെ, ഈ ക്യാമ്പ് 3 ദിവസം കൊണ്ട് തീരുന്നതിന് മുമ്പ് അവർ വരും. നമ്മൾ നല്ലത്. എന്നിട്ട് ഈ ഭാര്യയോടും കുഞ്ഞിനോടും ഒക്കെ സ്നേഹമുണ്ടോ? എത്ര മക്കളുണ്ട്? 2. അവരോട് സ്നേഹമുണ്ടോ? സത്യം പറ. ഉണ്ട്. ഉറപ്പാണോ? ഉറപ്പാ. അങ്ങനെയാണെങ്കിൽ എത്ര നേരം സ്നേഹിക്കും? ഒരു ദിവസം എത്ര മണിക്കൂർ? ഒരു ദിവസം എത്ര മണിക്കൂറാണ് മക്കളെ സ്നേഹിക്കുന്നത്? മനസ്സിലായില്ല? എന്ന് വെച്ചാൽ ഇതൊരു ലൈഫ് ലോങ് കണക്ഷനാണ്. അതിൽ പരിഭവമുണ്ട്, സ്നേഹമുണ്ട്, പ്രതിഷേധമുണ്ട്, സൗന്ദര്യപ്പിണക്കമുണ്ട്. ഇതെല്ലാം കൂടി യോജിച്ചിരിക്കുന്നൊരവസ്ഥയാണ് ഫാമിലി അല്ലേ. ഇതുപോലെ ആ മുകളിൽ നമുക്ക് ബന്ധം. മനസ്സിലായില്ല? ദൈവത്തോടുള്ള ബന്ധം അങ്ങനെയാണെന്ന്. ഭക്തരെ സംബന്ധിച്ചിടത്തോളം സൺഡേ ഓൺലി അല്ല വർഷിപ്പ്, ഇതൊരു ലൈഫ് ലോങ് ബന്ധമാണ്. അതിന് തുടക്കമുണ്ട്, അവസാനമില്ല. അങ്ങ് പോവാ നമ്മൾ നിത്യത വരെ. ഇതാ ബന്ധമെന്ന്. അതാ പറഞ്ഞു വെച്ചേ, അങ്ങ് വരെ. ഞാൻ ആ ട്രിനിറ്റിയെക്കുറിച്ച് പറയുന്നിടത്തും ഇത് പറയാറുണ്ട്. എന്താണെന്നറിയണ്ടേ? പിതാവായ ദൈവം
അക്ഷരാർത്ഥത്തിൽ ഇന്ന് ഈ കൺവെൻഷന് വന്നെന്ന് കുട്ടിക്കൂ, ഞാൻ പഠിക്കാൻ പറയുന്നതാണ്, അങ്ങനെ സംഭവിക്കില്ല, നിങ്ങൾക്കറിയാം. അക്ഷരാർത്ഥത്തിൽ ആത്മരൂപിയായവൻ നമ്മുടെ അടുത്ത് വരില്ല. അങ്ങനെ ഈ കൺവെൻഷൻ ഉണ്ടെന്ന് അറിഞ്ഞാൽ എനിക്ക് ഇവിടെ നിന്ന് പ്രസംഗിക്കാൻ പറ്റുമോ? സെൻട്രൽ പാസ് ഉദ്ഘാടനം ചെയ്യുമോ? ഒരു പാട്ട് പാടുമോ? നിങ്ങൾ വരുമോ? ഭയം കാരണം വരത്തില്ലെന്ന്. ഭയം, ഭക്തി, ബഹുമാനം. കാരണം പിതാവിനോട് നമുക്ക് ബഹുമാനം, പിണക്കമൊന്നുമില്ല. ഒന്നുകൂടെ വ്യക്തമാക്കാം. കൊച്ചുകുട്ടികൾ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. മക്കളെ, നിങ്ങളൊരു ടൂർ പ്രോഗ്രാം അറേഞ്ച് ചെയ്താൽ ആദ്യം അന്വേഷിക്കേണ്ട പ്രിൻസിപ്പൾ വരുന്നുണ്ടോന്നാണ്. ഇങ്ങനെ രണ്ടേ പോവല്ലോ. പിണക്കൊണ്ടായിട്ടല്ല, നമ്മുടെ ഫ്രീഡം മുഴുവൻ പോയി. ക്യൂ നിന്ന് നമ്മളിതെല്ലാം കാണണം. ക്യൂ നിൽക്കുന്നത്രയും ഗതികേടുണ്ടോ ഈ പോകുന്ന പോക്കിൽ? നമ്മുടെ കൂട്ടുകാരോട് വർത്തമാനം പറഞ്ഞും നമുക്ക് അങ്ങോട്ട് തിരിയാനൊക്കത്തില്ല, ഐസ്ക്രീം കഴിക്കാനൊക്കത്തില്ല, മിണ്ടാനൊക്കത്തില്ല. അതിൻ്റെ വിവരമുള്ള പ്രിൻസിപ്പൾ ടീച്ചർമാരെയൊക്കെ ഇത് ഏർപ്പെടുത്തി വിടാവുള്ളൂ. കാരണം എന്താ? കുഞ്ഞുങ്ങൾ എൻജോയ് ചെയ്യട്ടെ. അതിനാ, പിണങ്ങിയിട്ടല്ല. ആളിൻ്റെ ഉത്കണ്ഠ നിങ്ങളെക്കുറിച്ച് സ്ഥാപനത്തെ മുഴുവൻ ഹൃദയത്തിൽ വഹിച്ചിരിക്കുക മനുഷ്യൻ. അതുകൊണ്ടാണ്. അപ്പോഴേ റെസ്പെക്റ്റാണ് അൺടു ഗോഡ് ദ ഫാദർ. നമുക്കുള്ളത് എന്താ? റെസ്പെക്റ്റ്. ശരിയല്ലേ? ഇനി അടുത്തത് പുത്രൻ. ഈ യോഗം കഴിഞ്ഞിട്ട് പിതാവ് പറയുക, വൈകിട്ട് ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരിക. ഒരു മാനവവൽക്കരണം പറ്റുമല്ലോ. അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കാം. അപ്പം ഞാനെന്ത് പറയും? ദൈവമേ, സ്നേഹമൊക്കെ ഉണ്ട്, വരല്. കാരണം എന്താ? നമുക്ക് വാർത്ത കാണാനൊക്കത്തില്ല, ഇലക്ഷൻ്റെ കാര്യം മിണ്ടാൻ വയ്യ, സഭാകാര്യം മിണ്ടാൻ വയ്യ. ഭയങ്കര നിശബ്ദത, ഭക്തിയും ബഹുമാനവും ആദരവും. പുത്രൻ്റെ കാര്യം എടുത്താലോ, യേശുക്രിസ്തു പറയുക, ഇന്ന് ഞാനുണ്ട് യോഗത്തിൽ. അക്ഷരാർത്ഥത്തിൽ നമ്മൾ മത്സരിച്ചുകൂടെ വരും. എന്താ കാര്യം? യേശുവിനോട് നമുക്കുള്ളത് ബഹുമാനത്തെ കവിയുന്ന പ്രണയബദ്ധമായ സ്നേഹമാണ്, ആലിംഗനബദ്ധമായ സ്നേഹമാണ്. യേശുവുമായി പോകാൻ കഴിയാത്തൊരു പ്രൈവസി നമ്മുടെ ജീവിതത്തിലില്ല. എവരിവെയർ. ശരിയല്ലേ? അവിടത്തോട് പറയാൻ വയ്യാത്ത ഒന്നുമില്ല. അവൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുന്ന മഹാപുരോഹിതനാണ്. സുവിശേഷത്തിൻ്റെ പ്രസക്തി മനസ്സിലായില്ലേ? എന്തിനാണ് യേശു യുഗത്തിൽ വന്നതെന്നറിയണ്ടേ? നമ്മുടെ ഭാഷയിൽ, നമ്മുടെ അവസ്ഥയിൽ നാം പൊടിയെന്നറിഞ്ഞ് നമ്മുടെ പ്രകൃതത്തോട് അനുരൂപപ്പെടാൻ സ്ഥലകാല സീമകൾക്ക് വിധേയനല്ലാത്തവൻ സ്ഥലത്തിനും കാലത്തിനും വിധേയനായി മനുഷ്യരൂപം പൂണ്ട അവസ്ഥയാണ് സുവിശേഷം, അല്ലെങ്കിൽ യേശുക്രിസ്തു. അങ്ങനെയാണ്. മറ്റൊരു കാര്യം അതിന് ഉദാഹരണമായിട്ട് പറയാം. എങ്കിലും ഇതിൻ്റെ പൊരുൾ കൃത്യം പിടിയിട്ടു. ഇവിടെ നല്ല പ്രായമുള്ള ആളുകൾ, അപ്പച്ചന്മാർ, ക്ഷമിക്കണം, അപ്പച്ചന്മാർക്കൊരു സ്വഭാവമുണ്ട്. എൻ്റെ അപ്പനടക്കമുള്ള ആളുകൾക്ക് പൊതുവിലുള്ള ഒരു സ്വഭാവം, ഭയങ്കര സ്ട്രിക്റ്റാണ്. നമ്മളൊക്കെ അങ്ങനല്ലേ വളർന്നേ? പ്രായമുള്ളവരോടാണ് പറഞ്ഞേ. ഇന്നത്തെ കാലത്ത് ഈ പ്രായമുള്ളത് ആരാ, കൊച്ചു പിള്ളേരാരാന്നൊന്നും അറിയില്ല. എല്ലാവരും ഈ കളറുമൊക്കെ അടിച്ച്. ഈ കളറടിക്കുന്നത് ഒരു തെറ്റല്ല, അത് ഞാൻ ബൈബിളിൽ നിന്ന് കണ്ടുപിടിച്ചു. ഗോൾഡി സാറേ, പൗലോസ് ഡൈ ചെയ്യുമായിരുന്നു. എൻ്റെ ഒരു കണ്ടെത്തൽ, ഐ ഡൈ എവരി ഡേ. ക്വാളിറ്റിയുള്ള സാധനമൊന്നും അവിടെ കിട്ടാത്തതുകൊണ്ട് ഐ ഡൈ എവരി ഡേ. അതാ ഇംഗ്ലീഷ് ബൈബിളൊക്കെ ഉള്ളതുകൊണ്ടൊരു ഗുണം. അത് ഞങ്ങൾ ഈ ഡിബേറ്റൊക്കെ നടത്തുമ്പോൾ ആളുകൾ കൈ കിട്ടാതെ വരുമ്പോൾ നേരെ പറയും ആ ഭാഷയിൽ എങ്ങനെയാണെന്ന് പറഞ്ഞു പോകും. അങ്ങനെയാണ്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ അപ്പോൾ ചുരുക്കത്തിൽ പ്രായമുള്ള ആളുകൾക്ക് ഒരു പ്രശ്നമുണ്ട്, ഭയങ്കര സ്ട്രിക്റ്റ്. അതിൽ ഈ അപ്പന്മാരാണെങ്കിൽ മിണ്ടത്ത് പോലുമില്ല. നമ്മുടെ പാപ്പ, ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഭാഗ്യവാന്മാരാ. പഴയ നമ്മുടെ അപ്പൻ എന്തൊരു മോശടനാണ്. പാസുമാരാണെങ്കിൽ പറയണ്ട, ചിരിക്കാനൊക്കത്തില്ല, ആകപ്പാടെ പ്രയാസം, ഭയങ്കര പാട്.
അതിൻ്റെ ചെറിയൊരു ലാഞ്ചന ഇന്നും വിട്ടുപോയിട്ടില്ല. എൻ്റെ മോനും ഞാൻ നല്ല ഫ്രണ്ട്ഷിപ്പാണ്. പക്ഷേ മോനിടയ്ക്ക് ചോദിക്കും, പപ്പ ഇന്നെങ്ങും പോകുന്നില്ലേ? എൻ്റെ വൈഫ് വന്നിട്ടുണ്ട്, പുള്ളിക്കാരോട് ചോദിക്കും, ഇന്ന് പപ്പ എങ്ങും പോകുന്നില്ലേ? എൻ്റെ അർത്ഥം നമ്മളൊരു മിനിസ്റ്റർ പോയി ചെയ്തോട്ടെ എന്നുള്ള ആഗ്രഹം കൊണ്ടല്ല, നമ്മൾ പോയിട്ട് വേണം. അവൻ ചില പദ്ധതി ഇട്ടിട്ടുണ്ട് ഇതിനാ. അല്ല, പിണക്കൊന്നും ഉണ്ടായിട്ടല്ല. ഏതാണ്ടൊരു അസൗകര്യം ഈ അപ്പനുള്ളിടത്ത് ജീവിക്കാൻ, ഏതാണ്ടൊരു ബുദ്ധിമുട്ട്. ശരിയല്ലേ? തന്നെയല്ലെന്നേ അന്നത്തെ അപ്പന്മാരുടെ രീതി. പൊതുസ്ഥലത്തിട്ട് നമ്മളെ തല്ലുക. പന്ത് കളിച്ചതിൻ്റെ പേരില്ല. പന്ത് കളിച്ചില്ല, ഇങ്ങനെ നിന്നാൽ മതി, നോക്കി നിന്നാൽ മതി, അതിന് തല്ലുക. ഞാൻ 5 പേരുടെ ഇളയതാണ്. മൂത്ത ജ്യേഷ്ഠനുണ്ട്, പുള്ളിക്കാരൻ എന്തെങ്കിലും മേടിക്കാൻ അങ്ങോട്ട് വിടും. ഇപ്പോൾ പണ്ടത്തെ കാലത്ത് ഒരു വണ്ടിച്ചക്രം ഉണ്ടാകും, മതി അന്ന്. ഇത് ഇങ്ങനെ അടിച്ചുകൊണ്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത ഈ മണ്ണെണ്ണപ്പാട്ടേക്കാട്ട് ഓടുന്നു, ഇങ്ങനെ അടിച്ചു പോവും. ഇത് കൺട്രോൾ ചെയ്യണം. ഇതിനാണ് ബ്രേക്കും ആക്സിലേറ്ററും എല്ലാം ആയിട്ട് നമ്മുടെ കയ്യിൽ ഈ വടിയാണ്, ഇപ്പുറത്ത് മണ്ണെണ്ണപ്പാട്ടാണ്. ഇതുമായിട്ടായി പോകണ്ടേ? നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ അച്ഛൻ ഇങ്ങോട്ട് വരും. ഇതെന്തിനാന്ന് ചോദിക്കുകയില്ല, ഓർഡറാന്ന് തിരിച്ച്. ഇത് മറുപടി കേൾക്കാനും നിൽക്കുകയില്ല, അതിനുള്ള നേരെ ഓർക്കില്ല. ഇവരെ ചിന്ത ഇതുവഴിയൊന്നും ഇവൻ വരാൻ അർഹതപ്പെട്ട ഒരാളെ അല്ല. കാരണം ബ്രിട്ടീഷുകാർ പോയെന്ന് പറഞ്ഞാലും ഇവനിതിലൊന്നും പോകണ്ട. ഇങ്ങനത്തെ ഒരു കാലമുണ്ട്. ഇപ്പോൾ പി ടി എക്ക് അമ്മ വന്ന ഒരു തരം മയമുണ്ട്. അപ്പനാ വരുന്നതെന്ന് അറിഞ്ഞാൽ പഴയ പി ടി എക്ക് പോകുന്ന അച്ഛന്മാരെല്ലാം എന്താ പറയുന്നത്, നമ്മളിനി എന്തോ പഠിച്ചെന്ന് പറഞ്ഞു. ഞാനൊക്കെ ഒരു ശരാശരി പഠിക്കുന്ന ആളായിരുന്നു. എന്നാൽ സ്കൂളിൽ വന്നിട്ട് പറയും, നല്ല തല്ല് കൊടുത്തേക്കണം. അതാ രസം. മറ്റൊന്ന്, ഞാനൊരു ഗ്രാമീണ കർഷകൻ്റെ മകനാണ്. അത് പറയാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഈ വാഴക്കറ പുരണ്ട ഉടുപ്പുമൊക്കെ ഇട്ട് അത്യാവശ്യം ഒരു കുറിയാണ്ടൊക്കെ ദേഹത്തിട്ട് നേരെ ഇഞ്ഞ് വരും പ്രോഗ്രസ് കാർഡിൽ ഒപ്പിടാൻ. അത് വിട്ടിട്ട് പോവും. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചു വന്ന നമ്മുടെ സംസ്കാരം നമ്മൾ കരുതിയ പലതിനെയും തച്ചുടച്ചുകൊണ്ട് നമ്മുടെ ആത്മാഭിമാനത്തെ മുഴുവൻ തകർത്തുകൊണ്ടാണ് അപ്പൻ്റെ വരവ് സംഭാഷണം. വേറെ സങ്കടം കേട്ടോ, നമ്മുടെ കാലിൽ സാറ് തല്ലി 2 പാടുണ്ടെന്ന് വിചാരിച്ചു. അപ്പന് ഭയങ്കര സന്തോഷം. ഇന്നൊക്കെയാണെങ്കിൽ അകത്ത് പോകും ടീച്ചർ. വൈകിട്ട് FIR കാണാൻ ടീച്ചർ കൊച്ചിനെ തല്ലി. നമ്മളെയൊക്കെ കാലത്താണെങ്കിൽ എത്ര അകത്ത് പോയേനെ. നമ്മുടെ വീട്ടിൽ നിന്ന് ഭയങ്കര ആഘോഷം, ഒരാൾ പോലും സപ്പോർട്ടില്ല. ഇങ്ങനെയൊക്കെ നമ്മൾ വന്നേ. ഇത്രയും സ്ട്രിക്റ്റായി അപ്പൻ. ശരിയല്ലേ? ആട്ടെ, ഇങ്ങനെയുള്ള അപ്പന്മാരാ 99% അല്ലേ? ആട്ടെ, അന്നത്തെ കാലത്ത് അപ്പനോട് വിരോധം നമുക്ക് തോന്നിയിട്ടില്ലേ? യൂങ് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ജീവകാലത്ത് ഒരിക്കലെങ്കിലും അപ്പനെ കൊല്ലാൻ തോന്നുമെന്നാണ് രീതി കണ്ടു കഴിഞ്ഞാൽ. അതിനെന്തോ ആകട്ടെ, പക്ഷെ തിരിഞ്ഞിരുന്ന് 45, 50, 60 വയസ്സ് 70 വയസ്സൊക്കെ ഉള്ള നമ്മൾ തിരിഞ്ഞ് അപ്പനെപ്പറ്റി ഇപ്പോൾ ചിന്തിക്കുമ്പോൾ എന്തെങ്കിലും ഒരു പക മനസ്സിലുണ്ടോ? ഒരു വിരോധമുണ്ടോ? ഇല്ല. തല്ലിയതിൽ, വഴക്ക് പറഞ്ഞതിൽ ഇല്ല. വീട്ടിൽ ഫോട്ടോയുണ്ടേ സൂട്ടിട്ടിരിക്കുന്ന അപ്പൻ്റെ, വീട്ടിൽ ചിത്രമുണ്ടേ ഒരുങ്ങി സുമുഖനായി നിൽക്കുന്ന അപ്പൻ, അപ്പുറത്തിരിക്കുന്ന അമ്മ. അതല്ലല്ലോ ശരിക്കുള്ള അപ്പനും അമ്മയും. അമ്മയുടെ ചിത്രം, അപ്പൻ്റെ ശരിക്കുള്ള ചിത്രം എന്നറിയണ്ടേ? മുമ്പ് പറഞ്ഞ വാഴക്കറ പുരണ്ട ഉടുപ്പ് അത് ഊരിക്കൊണ്ട് എവിടെങ്കിലും ഇട്ടിട്ട് മധുരമിടാതൊരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് നമ്മെ വളർത്താൻ വേണ്ടി പണിയെടുത്ത അപ്പൻ്റെ ഫോട്ടോ നമ്മുടെ ഒന്നും കയ്യിലില്ല. മനസ്സിലായില്ലേ? 3-4 കിലോമീറ്റർ അല്ലെങ്കിൽ അങ്ങ് അറബി ദേശത്തെ ഒട്ടകത്തിൻ്റെ ചവിട്ടു. ഇപ്പോഴൊക്കെ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ വന്ന ശേഷമാണ് നമുക്ക് സമ്പദ്സ്ഥിതി മാറിയത്. ഒട്ടകത്തിൻ്റെ ചവിട്ടും അറബിയുടെ തെറിയൊക്കെ കേട്ട് തല്ലി കിട്ടി. അതൊന്നും ഒരു മനുഷ്യനെയും അറിയിക്കാതെ നമ്മെ സുന്ദരനാക്കാൻ, സുമുഖനാക്കാൻ പാടുപെട്ട അപ്പനുണ്ടല്ലേ? അങ്ങനല്ലേ? അങ്ങനെയെങ്കിൽ ഈ അപ്പൻ അന്നാ കാട്ടിയ സ്ട്രിക്റ്റില്ലേ, അല്ലെങ്കിൽ അന്ന് കാട്ടിയ കാർക്കശ്യ ബുദ്ധി കൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. മനസ്സിലായില്ലേ? ആ സമ്മതിക്കാൻ മടിയാ? അതേന്ന് കാശ് തന്നതിനേക്കാൾ, അപ്പൻ ഭക്ഷണം തന്നതിനേക്കാൾ വിലപിടിപ്പുള്ളതാ അപ്പൻ പറഞ്ഞു തന്ന ഈ ശാസന ഉപദേശവും നമ്മളെല്ലാം സ്വാധീനിച്ചിട്ടുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. മറുവശം പറഞ്ഞ് ഇങ്ങനെ തീർക്കട്ടെ. ഈ അപ്പൻ്റെ സ്നേഹം അറിയുന്ന എപ്പോഴാണെന്ന് അറിയണ്ടേ? നിങ്ങൾ ജയിച്ചാലൊന്നും അപ്പന് വലിയ ആകാംക്ഷയില്ലെന്ന്. അപ്പോൾ SLC പാസ്സായി, കൊള്ളാം, അത്രേ ഉള്ളൂ.
അമ്മയ്ക്കാണ് ചാട്ടം, സന്തോഷം, ഇതെല്ലാം ഉണ്ട്. കോളേജിൽ പോവാ, അപ്പന് വലിയ ആട്ടമൊന്നുമില്ല. പക്ഷെ നിങ്ങളേ ഹയർ സ്റ്റഡിയൊക്കെ നടത്താൻ പോകുമ്പോൾ ഫ്ലൈറ്റിലൊന്നും അല്ലല്ലോ പണ്ടത്തെ കാലം. നമ്മൾ തിരുവല്ലയിൽ ചെന്നു, റെയിൽവേ സ്റ്റേഷനിൽ ഓരോരുത്തരായി കയറുന്ന കൂടെ ലാസ്റ്റ് കെട്ടിപ്പിടർന്ന് അനുജനെ ചേട്ടനെ എല്ലാം കണ്ട് യാത്ര പറയുക നമ്മളീ. അമ്മ കരയുമ്പോൾ അപ്പൻ പറയും, കരഞ്ഞൊന്നും അവനെ യാത്ര അയക്കരുത്, അവൻ ദൂരോട്ടൊന്നും അല്ലല്ലോ പോന്നേ, നല്ല കാര്യത്തിനല്ലേ, കരയാതെ ധൈര്യമായിട്ട് നിൽക്കും. ഒക്കെ ശരിയാണെങ്കിൽ ഈ അപ്പൻ ആരാണെന്ന് അറിയണമെങ്കിൽ ഈ ട്രെയിൻ ചലിച്ചങ്ങോട്ട് തുടങ്ങുമ്പോൾ അതിലൊന്ന് ചുമ്മാ ഒന്ന് നോക്കണം അപ്പനെ. ആരും കാണാതെ ഒരു തുള്ളി കണ്ണീര്. നീ എന്ന് വണ്ടി കയറിയോ അന്ന് മുതൽ അപ്പൻ്റെ ഈ കണ്ണീര് പറ്റിയിട്ടില്ല. ഓരോ വൈകുന്നേരവും അപ്പൻ കാത്തിരിപ്പുണ്ട്, നീയാണോ വരുന്നത്. അതിനുശേഷം നല്ല ഉറക്കമില്ല, അതിനുശേഷം ഭക്ഷണമില്ല, അതിനുശേഷം BP കൂടിയേ, അതിനുശേഷം ഷുഗർ കൂടിയേ. കാരണം നിൻ്റെ നഷ്ടം അപ്പന് ദുഃഖമാണ്. ഏതന്യകുലത്തിൻ്റെ നഷ്ടം സ്വർഗപിതാവിന് ദുഃഖമാണ്. അത് പരിഹരിക്കുന്ന വലിയ പ്രക്രിയയ്ക്ക് തൻ്റെ പുത്രനെ ഇഹലോകത്തിലേക്ക് അയച്ചത്. ഈ കുടുംബത്തിൽ നിന്ന് നമുക്ക് ട്രിനിറ്റിയുടെ ആ പൾസ് എന്താണെന്ന് മനസ്സിലാക്കണേ. പറയാം സഹോദരങ്ങളെ, ഇതേ അപ്പന് വേറൊരു സ്വഭാവമുണ്ട്, നമുക്ക് സഹിക്കാൻ ഇച്ചിരി പാട്. നമുക്കൊരു മകനോ മകളോ ഉണ്ടായി, ഈ ചെറുക്കൻ അല്ല ഈ പെണ്ണ് അപ്പനെ വരച്ച വരയിലാണ് നിർത്തുന്നത്, കണ്ടിട്ടുണ്ടോ? അത് സെൻട്രൽ പാസ് ആണെങ്കിലും കൊള്ളാം, ലോക്കൽ പാസ് ആണെങ്കിലും കൊള്ളാം. കൊച്ചു പിള്ളേർ അച്ഛനെ നിർത്തുന്നത് എങ്ങനെയാണെന്ന് അച്ഛനോട് ചോദിക്കും. പിള്ളേരോടൊന്നും ഈ കരുണ കാണിച്ചില്ല. കൊച്ചുമക്കളുടെ അടുത്ത് എത്തിയപ്പോൾ അപ്പന്മാരുടെ സകല ഗ്ലാമറും പൊളിഞ്ഞു. എന്താ കാര്യം? ഭയങ്കര ശുദ്ധവൃത്തിയുള്ള അപ്പൻ കൊച്ചി ഇറുക്കൻ കടിച്ച് ചവച്ച് തുപ്പിയ മിഠായി വല്യപ്പൻ്റെ വായിലോട്ട് തിരികെ വെക്കുന്നുണ്ടോ? തിന്നില്ലെങ്കിൽ ഒരു തല്ലൂടെ ജേക്കപ്പേ നിന്നോടാ തിന്നാൻ പറഞ്ഞു. നമുക്കിതെല്ലാം കേട്ടിട്ടൊരു ആകാഴിക. ചെറുക്കൻ എന്തോ ഈ പറയുന്നു? നിങ്ങളൊന്ന് തല്ലി നോക്കിയേ ചെറുക്കനെ. ആ സമയത്ത് അപ്പൻ സമ്മതിക്കില്ല, കൊച്ചിനെ തല്ലരുത്. മിക്ക വീട്ടിലേയും വഴക്കിതാ, ശരിയല്ലേ? നിങ്ങളൊന്ന് തല്ലി നോക്കിക്കേ. കുഞ്ഞിനെ തല്ലിയാൽ അമ്മ ഇടപെടും, കാരണം അവർക്ക് താങ്ങാൻ വയ്യ. എന്തിനാ എൻ്റെ കുഞ്ഞിനെ എൻ്റെ ഭാര്യ തല്ലുമ്പോൾ എൻ്റെ അപ്പനോ അമ്മയോ ഏറി ഇടപെടുന്നത് എന്തിനാണെന്ന് അറിയണ്ടേ? എനിക്ക് കിട്ടാതെ പോയ സ്നേഹമൊക്കെ അവർക്കറിയാം. എന്നിലൂടെ, എൻ്റെ മകനിലൂടെ എന്നെ അവർ കാണുന്നേ. സ്വർഗസ്ഥ പിതാവ് തൻ്റെ പുത്രനിലൂടെ നമ്മളെല്ലാം കാണുകയാണ്. നമ്മളെല്ലാം സഹോദരന്മാരെ, ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് ഇതാ ദൈവത്തിൻ്റെ മനസ്സലിവ്. അപ്പൻ തല്ലിയ ഓരോ പാടും പോകുന്ന വഴിക്കൊക്കെ അപ്പനെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ഹൃദയത്തിൽ വേദനയുണ്ട്. ആ കുഞ്ഞ് ഞാൻ തല്ലിയല്ലോ, ആ കോപം. സ്വർഗസ്ഥ പിതാവ് അങ്ങനെ അനുദപിക്കുന്നൊന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ മാനുഷികമായി ഒരാശയം സ്ഥാപിക്കുന്നത് എന്താണെന്നറിയണ്ടേ? ദൈവകുടുംബത്തിൽ നിന്ന് പണ്ടേ നിരാകരിക്കപ്പെട്ടു പോയ, പാപസംബന്ധമായി അകന്നുപോയ ആ മനുഷ്യനെ തിരികെ പിടിക്കാൻ ദൈവം തൻ്റെ പുത്രനെ കാലത്തിൻ്റെ സമ്പൂർണ്ണതയിൽ അയക്കുമ്പോൾ പുത്രനിലൂടെ നമുക്ക് കിട്ടിയ വീണ്ടെടുപ്പിൻ പ്രക്രിയ നിമിത്തം ഒരു കൊച്ചുമകൻ അങ്ങനെ ഭവനത്തിൽ ഉത്സാഹഭരിതനായി സ്വാതന്ത്ര്യചിത്തമായി ഓടിച്ചാടി കളിച്ച് അവൻ പ്രാപിച്ചെടുത്ത ആ സുഖവും ആനന്ദവുമില്ലേ, അതാണ് ക്രിസ്തീയ ജീവിതം. ഇപ്പോൾ മനസ്സിലായോ? അതാ ഞാൻ പറഞ്ഞ ആജീവനാന്തമാണ്. ഈ കുഞ്ഞിനെ അവധിക്കൊന്ന് കൊണ്ടുപോയി നോക്കിക്കേ. കേൾവി പോകുന്നവർ കുഞ്ഞിനെ അവിടെ ചേർക്കാൻ, UK ചേർക്കാൻ അമേരിക്കയെ കൊണ്ടുപോകുമ്പോൾ അപ്പൻ്റെ അമ്മയുടെ ഒരു അവസ്ഥ കണ്ടിട്ടുണ്ടോ? നീ കുഞ്ഞ് അവരുടെ സന്തോഷം. കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ എത്ര വലിയ സ്നേഹം പിതാവ് നമുക്ക് നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയം പറിച്ച് ഈ അപ്പൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കണം. യോസേഫിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, ആ ബന്യാമിനെ കുറിച്ച്. ബാലൻ്റെ ഹൃദയം അപ്പൻ്റെ ഹൃദയത്തോട് പറ്റിയിരിക്കുന്നു. ഹല്ലേലൂയ.
ഈ ഹൃദയംഗമായ ഇഴുകിച്ചേരലേ, ആനന്ദ നിർഭരമായ ഈ ഇഴുകിച്ചേരലേ ദൈവമായി സംജാതമാകണമെന്ന സുവിശേഷത്തിന്റെ വാഗ്ദത്തം. അതുകൊണ്ട് ഇത് ക്രൈസ്തവർക്ക് വേണ്ടി മാത്രമുള്ള സന്ദേശമല്ല. ദൈവ കുടുംബത്തിൽ നകന്നുപോയ ദൈവ സാമീപ്യമില്ലാത്ത ഒരാളെങ്കിലും ഇന്ന് രാത്രി ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ, നിങ്ങൾക്കായി ഒരുക്കിയ ജീവന്റെ രക്ഷാകരണ പദ്ധതി ആ വഴിയിലൂടെ സഞ്ചരിക്കാൻ മനസ്സുണ്ടെങ്കിൽ, ഇതുവരെ കിട്ടാത്ത ആ ദൈവ സാമീപ്യം, ആ ദൈവികമായ സായുജ്യം വീണ്ടെടുപ്പിന് പ്രക്രിയയായി നിങ്ങൾക്ക് വേണ്ടി വാദിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഇടപെടുവാൻ അത് ഇന്നും ശക്തമായി വന്നിരിക്കുന്നു. അതിനാ സ്വന്തം പുത്രന്റെ രക്തം നമുക്ക് വേണ്ടി യാഗമായി അർപ്പിച്ച് പിതാവ് പ്രായശ്ചിത്ത ബലി പുത്രനിലൂടെ നിർവഹിച്ച് നമ്മെ വീണ്ടെടുത്തത്. അപ്പോൾ പറഞ്ഞു തരിക സഹോദരന്മാരെ, ദൈവത്തിൻ്റെ മനസ്സലിവ് എന്തൊക്കെയാണെങ്കിലും മനസ്സിലാക്കാൻ ഉദാഹരണത്തെ ഇങ്ങനെ ഒന്ന് പൂരിപ്പിക്കാം. കാര്യം ഇതൊക്കെ ആണെങ്കിൽ ഈ കൊച്ചു പിള്ളേരെ നമ്മൾ തല്ലിക്കഴിഞ്ഞാൽ പാടാ. അപ്പനും തല്ലുന്നില്ല, നമ്മളും തല്ലുന്നില്ല, നമുക്ക് തല്ലാനൊക്കത്തില്ല, ബന്ധിച്ചു അപ്പനും അമ്മയും തല്ലത്തുമില്ല. ഇതിനനുസരിച്ച് ചെറുക്കൻ അങ്ങോട്ട് അങ്ങ് വിളഞ്ഞു വല്ലാതാവും അല്ലേ? അങ്ങനെയാണ് കാര്യം. കുഞ്ഞുങ്ങളെയൊക്കെ നമുക്ക് സന്തോഷമാണെങ്കിലും ചില പിള്ളേരെ കണ്ടാൽ ഇവൻ തന്നെയാണോ ലോകത്തിലേക്ക് വരാനിരിക്കുന്ന എതിർ ക്രിസ്തു നമ്മൾ സംശയിച്ചു പോകും ഇല്ലേ? വെളിപ്പാട് 13 ഇവനെപ്പറ്റി തന്നെയാണോ എന്ന് ചിലരുടെ കാര്യം നമ്മൾ സംശയിച്ചു പോകും. ഞാനിങ്ങനെ കുറേ കാര്യങ്ങൾ ബൈബിളിൽ നിന്ന് പഠിച്ചു. ഇപ്പോഴടുത്ത കാലത്തൊരു ഐഡിയ എനിക്ക് കിട്ടി. ഈ കുട്ടികൾ ഫ്രീക്കന്മാരാകുന്നതിനും ബൈബിളിൽ ഒരു തെളിവുണ്ട്. ആദ്യത്തെ ഫ്രീക്കൻ നെബൂഖദ്നേസറായിരുന്നു ബൈബിളിലെ. ഒന്നും പുതിയ കാര്യമല്ല മക്കളെ, ഞാനാരെയും ഒന്നും പറഞ്ഞല്ലോ കേട്ടോ. ചില യോഗത്തിനൊക്കെ നമ്മളിങ്ങനെ ചെന്നാൽ നല്ല കുഞ്ഞുങ്ങളാണ്, നല്ല സൗന്ദര്യമുള്ള പിള്ളേരാണ്. അവന്മാരെ കണ്ടു കഴിഞ്ഞാൽ മനുഷ്യനാണോ പാടുന്ന കുരങ്ങനാണോ എന്ന് തിരിച്ചറിയത്തില്ല. യമുനാപ്യാരി ആടിൻ്റെ താടി കണക്ക് ഒരു താടി. ഇത് കണ്ടാൽ നമ്മൾ ഈ ഡാർവിനെ ചിലപ്പോൾ ബഹുമാനിച്ചു പോകും. അതുപോലെ അതിൽ എന്തോ ഒരു കഥയുണ്ടെന്ന് ചിലപ്പോൾ തോന്നിപ്പോവും. 2 വര ഇവിടെ 2 വര ഒക്കെ ആയിട്ടാണ്. നമുക്കൊന്നും പറയാൻ പറ്റില്ല. പിള്ളേർ കേസിന് പോയാൽ തീർന്നു. അപ്പോൾ ഇത്ര ഈ രൂപമൊക്കെ പണ്ട് നെബൂഖദ്നേസർ തുടങ്ങി വെച്ചാണ്. നെബൂഖദ്നേസർ പിന്നെ മനഃപൂർവ്വമല്ല, പറ്റിപ്പോയതാണ്. ഞാനത് രംഗം ഇങ്ങനെ ആലോചിച്ച് ചിലപ്പോൾ ഓർക്കാറുണ്ട്. നെബൂഖദ്നേസറിനെ കാണാൻ ആരെങ്കിലും വരിക, ഭാര്യ വന്നു, എന്നാ അച്ചാനെ ഒന്ന് കാണാൻ അച്ചാന് ഞാൻ പിണ്ണാക്ക് കൊടുത്തിട്ട് നിൽക്കുക. കാരണം അങ്ങനെ ആയിരുന്നല്ലേ, പുളിങ്കുരു കലക്കിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് പറയാൻ ഇപ്പം ചെന്ന് ചെല്ലരുത്, കാടി കുടിക്കുമ്പോൾ അച്ഛൻ വേറെ ഒന്നും ചെയ്യില്ല. ഇപ്പോൾ കാരണം മൃഗതുല്യനായിപ്പോയി. ഓരോ പോക്ക് പോകുന്ന പോക്കേ അല്ലേ. അപ്പോൾ ചെറുക്കനെ അതിര് കിടന്ന് ഇങ്ങനെ പോകും, കൺട്രോളിൽ നിൽക്കുകയില്ല. ശരിയല്ലേ? ദൈവകുടുംബത്തിൽ ഈ ദൈവസ്നേഹം ശിക്ഷയില്ലാതെ നമ്മളെ ലിബറലാക്കി ഉദാരമാക്കി വിട്ടൊരു കാലമാണ്. അതുകൊണ്ട് നമ്മളൊക്കെ ഇത്രയും വിളച്ചിൽ കാണിച്ച് പോകുന്നത്. പിടികിട്ടിയോ? അങ്ങനെ അങ്ങ് പോകുന്നു പറയാൻ വരട്ടെ. ഇതിനൊരു കൺട്രോൾ ദൈവം വച്ചിട്ടുണ്ട്. അതും വീട്ടിൽ നിന്ന് തന്നെ പറയാം. അപ്പൻ തല്ലുന്നില്ല, പുത്രൻ ശിക്ഷിക്കുന്നില്ല, കർത്താവ് ശിക്ഷിക്കുന്നൊന്നുമില്ല. സ്നേഹമാണ് അവിടുന്ന്. പക്ഷെ മിക്ക വീട്ടിലും ചെന്നാൽ അവിടെ അപ്പൻ്റെ ഒരു അനിയൻ കാണും, അല്ലെങ്കിൽ ഒരു അമ്മാച്ചൻ കാണും, അവൻ്റെ അങ്കിള്. കക്ഷിക്ക് സ്വന്തം മക്കളെക്കാൾ ഇഷ്ടം ഇവനെയാണ്. അവനെ എടുക്കും, കൊണ്ടു നടക്കും, ക്രിക്കറ്റ് കാണാൻ പോകും, പന്ത് കളിക്കാൻ പോകും. പക്ഷെ കാര്യത്തോടടുക്കുമ്പോൾ പയ്യനിട്ട് നല്ല സൂപ്പർ അടി. കണ്ടിട്ടുണ്ടോ? അതേ വരുന്നു, അങ്കിൾ വരുന്നു, നീ കയറിക്കുമെന്ന് പറയുമ്പോഴേ കുളിക്കാത്ത ചെറുക്കൻ ഓടിപ്പോയി കുളിക്കുക, കുളിച്ചൊരുങ്ങി സുമുഖനായി വന്നിരിക്കുക. എന്താ കാര്യം? ആൾ സ്ട്രിക്റ്റാണ്. സ്നേഹമുണ്ട്, പരിഗണനയുണ്ട്, ആൾ സ്ട്രിക്റ്റാണ്. നമുക്കിതുപോലൊരാളുണ്ട്, ഒരു കാര്യസ്ഥൻ. ആരാ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. തെറ്റിപ്പോകുമ്പോഴൊക്കെ, ദൈവസ്നേഹം മിസ്യൂസ് ചെയ്യുമ്പോഴൊക്കെ നേരാമണ്ണം നടത്താൻ, അങ്ങനെ അതിനാ നമ്മൾ ഈ ദൈവകുടുംബത്തിലേക്ക് വീണ്ടും ജനിച്ചേക്കുന്നത്. ആ വീണ്ടും ജനനത്തിൻ്റെ പ്രക്രിയയാൽ നമ്മളൊരു പുതിയ സംസ്കാരം ആർജിക്കുക, പുതിയൊരു ലൈഫ് സ്റ്റൈൽ ആർജിക്കുക, പുതിയൊരു ജീവിതത്തിലേക്ക് പോകുക. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധന. ഇതിന് ലോജിക്കുമായി ബന്ധപ്പെട്ടൊരു പദമാണ് ബുദ്ധിക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ലോജിക്കോസ് എന്നൊരു പദമാണ്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയണ്ടേ? നിങ്ങൾ റീസണബിൾ ആയിരിക്കണം ആരാധന. ആരാധനയ്ക്ക് യുക്തിപരമായ ഒരു തലമുണ്ട്. യുക്തിപരമായൊരു പദമെന്ന് പറയുമ്പോൾ ബുദ്ധിയുടെ പ്രമാണമൊന്നും അല്ലത്. അതെന്താണ് എന്ന് ഞാൻ പറയാം.
പ്രിയപ്പെട്ടവരെ, അവിടെ ആരാധനയല്ല, സർവീസ്, വർഷിപ്പ് എന്ന അർത്ഥത്തിലുമല്ല. ആജീവനാന്തം ഈ സർവശക്തനായ ദൈവത്തിൻ്റെ പാതയിലൂടെ നടക്കുന്ന ഒരാൾക്കുണ്ടാകേണ്ട ഒരാത്മീക വിവേകം, ആ വിവേകത്തിന് ഉപയോഗിച്ച പദം വന്നതും ലോഗോസ് എന്നൊരു റൂട്ട് വേർഡിൽ നിന്നാണ്. ലോഗോസ് അർത്ഥം നിയമം, വചനം, വാക്ക്, നമുക്കറിയാമല്ലോ, ഇതാണ് അർത്ഥം. അങ്ങനെയെങ്കിൽ നിയമാനുസൃതമായിരിക്കണം, ലോജിക്കലായിരിക്കണം ഈ ആരാധന എന്ന് പറയുമ്പോൾ. അത് ഒറ്റവാക്കിൽ പറയാം, പ്രമാണബദ്ധമായിരിക്കണം ആരാധന. പ്രമാണബദ്ധമല്ലാത്തത് സ്വീകരിക്കാൻ കഴിയില്ല. ആ പ്രമാണബദ്ധമായിരിക്കണം എന്ന് പറയുമ്പോൾ ഒന്നുകൂടി വിവരിച്ച് പറയുകയാണ്, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി അർപ്പിക്കണം. ഇത് പറയുമ്പോൾ ഒരു വസ്തുത കൂടി ചേർത്ത് പറയാനുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിന് ഒരു 2300 കൊല്ലമൊക്കെ മുമ്പ്, 2300 അല്ലെ BC, 1000 മുതൽ 1500 മുതൽ 2300 വരെയുള്ള കാലത്ത് ഇറാനിൽ ഒരു ജനത ഉണ്ടായിരുന്നു, നാടോടികളായിരുന്നു. ഈ നാടോടികളുടെ നാട്ടിലേക്ക് ജൂതന്മാരും കയറി വന്നു. 2500 BC എന്നൊക്കെ പറഞ്ഞാൽ ജൂതന്മാർ നല്ല സംസ്കാരചിത്തരാണ്. അവർക്ക് ഏകദൈവ വിശ്വാസം, അവരുടെ വസ്ത്രധാരണം, ഭക്ഷണം, ഇതിലെല്ലാം പ്രമാണബദ്ധമായ ഒരു ജീവിതശൈലിയുള്ളവരാണ്. അവർ പണ്ടേ പ്രമാണബദ്ധരാ, അറിവുള്ളവരാ. ഏകസത്യ ദൈവത്തെ ആരാധിക്കുന്നത്, പ്രകൃതി ആരാധനയില്ല. സൂര്യചന്ദ്രാദികൾ, നക്ഷത്രങ്ങളൊക്കെ പ്രകൃതി ശക്തികളാണ്. ഒഴുകുന്ന ജലം അവർക്ക് പ്രകൃതി ശക്തിയാണ്. സകലതും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. അവർക്ക് വിഗ്രഹമില്ല. അവർ സമാഗമന കൂടാരങ്ങളിൽ ആരാധിച്ചു വന്ന ചരിത്രവൈതൃകമുള്ളവരാ. 1000 BC എന്നൊക്കെ പറയുമ്പോൾ അവർ കാലയമുള്ള കാലമാണ്. അത്രത്തിൽ വികാസം പ്രാപിച്ച ഒരു ജനത. ഈ ജനതയും ഇറാനിൽ പാർത്തിരുന്നൊരു ജനതയും തമ്മിൽ ഏറ്റുമുട്ടൽ ശക്തമായപ്പോൾ ബുദ്ധി കൊണ്ട്, ശക്തി കൊണ്ട് ഈ ഹീബ്രൂസ് അല്ലെങ്കിൽ ജൂതന്മാർ ഇറാനികളുമായി ഏറ്റുമുട്ടിയ അന്നത്തെ ഒരു പാകനായിരുന്നു. ആ ഏറ്റുമുട്ടലിൽ ആ ഇറാനികൾ 2 വഴിക്ക് ഓടി. ഒരു കൂട്ടർ പോയ സ്ഥലം ജർമ്മനി. ആ ജനസിൽപ്പെട്ട ആളാണ് ഹിറ്റ്ലർ, ആര്യാസ്. ഒരു കൂട്ടർ വന്ന സ്ഥലമാണ് ഇന്ത്യ. മനസ്സിലായില്ലേ? എന്താണ് ഇവരെ ക്ലാഷിൻ്റെ അടിസ്ഥാനമെന്ന് അറിയണ്ടേ? അതിത്രേ ഉള്ളൂ. ജൂതന്മാർ പാർത്തിരുന്ന ഇടങ്ങളിലൊക്കെ അവിശുദ്ധങ്ങളായ സൃഷ്ടികളെ ആരാധനയ്ക്ക് വേണ്ടി കൊണ്ടുവരികയും ഊർവരതാ പൂജ, ഫെർട്ടിലിറ്റി കൾട്ട് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരുതരം വികൃതമായ ആരാധന, പശുക്കളെ, ജീവജാലങ്ങളെ, മൃഗങ്ങളെ, അതിനൊക്കെ അപ്പുറത്ത് അതിരുവിട്ട അധാർമിക ജീവിതം പോലും ആരാധനാലയം കേന്ദ്രീകരിച്ച് നടത്തുന്ന തരത്തിലെ ചില പ്രവണതകൾ അവിടെ സൃഷ്ടിക്കുകയും മനുഷ്യ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ, രഹസ്യ ഭാഗങ്ങളൊക്കെ ആരാധനയ്ക്ക് ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത ശക്തിപ്പെട്ടപ്പോൾ ജൂതന്മാർ തങ്ങളുടെ പരിസരത്തൊന്നും അത് അടുപ്പിച്ചില്ല. ഏറ്റുമുട്ടൽ ശക്തമായി. ഇന്ത്യയിലേക്ക് വരുമ്പോഴുള്ള സ്ഥിതി എന്താ? ഇന്ത്യക്കാർക്ക് അന്നൊക്കെ നല്ല സംസ്കാരമുണ്ട്. പിന്നീട് ഇങ്ങോട്ട് വന്ന 1000 ആണ്ടുകൾ കൊണ്ട് ഇറാനിൽ നിന്ന് പഠിച്ചു വന്ന ഇത്തരം തെറ്റായ സംസ്കാരങ്ങളെ കൂട്ടിക്കുഴച്ച് ഇന്ത്യക്കാർ പണ്ട് ശീലിച്ചു പോരുന്ന രീതിയിലെ തെറ്റുകൾ കടം കൊണ്ട് ഒരു ആശയഗതി ഇവിടെ രൂപപ്പെട്ടത് ആര്യനിസം. ഒരു കൂട്ടർ പോയി ജർമ്മനി, ഒരു കൂട്ടർ ഇന്ത്യയിൽ. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇതിനെ ശുദ്ധീകരിച്ച് തിരികെ കൊണ്ടുവരാനുള്ള ആഹ്വാനം ഉള്ള ഒറ്റ ഗ്രന്ഥം വിശുദ്ധ ബൈബിളാണ്. അത് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ഒന്നുകൂടി അത് ഇങ്ങനെ പറഞ്ഞ് ഞാൻ സ്ഥാപിക്കട്ടെ. ഞാൻ ഈ രാജ്യത്തെ ഇതിൻ്റെ എല്ലാ പുരാണങ്ങൾ, ഇതിഹാസങ്ങളൊക്കെ അംഗീകരിക്കുന്ന ഒരാളാണ്, തുറന്നു പറഞ്ഞ. പക്ഷെ ചോദ്യങ്ങളുണ്ട്. ഇന്ത്യയുടെ ചരിത്രത്തിൽ എവിടെങ്കിലും പണിയെടുത്ത മനുഷ്യനെ ബഹുമാനിച്ചൊരു ചരിത്രം ഇന്ത്യയിൽ എവിടെ ഉള്ള? ആളുകൾ വിമർശിക്കാറുണ്ട് ക്യാപിറ്റലിസ്റ്റ് രാഷ്ട്രങ്ങളെ, മൂലധന ശക്തികളുള്ള രാഷ്ട്രങ്ങളെ. അർത്ഥാൽ അമേരിക്കയെ സാമ്രാജ്യം എന്ന് വിളിക്കും, UK ഒക്കെ അങ്ങനെ വിളിക്കുക, ബ്രിട്ടീഷ് സാമ്രാജ്യം. തൊഴിലാളിക്ക് വിലയും നിലയുമുള്ള സ്ഥലം എവിടെയാണെന്ന് അറിയണ്ടേ? ഇവിടെ തന്നെയാണ്. ശമ്പളമുള്ള അവിടെയാണ്. മുടി വെട്ടുന്നവന് ബഹുമാനമുള്ള സ്ഥലം അവിടെ. തടി മുറിക്കുന്നവന് ട്രീ സർജൻ എന്ന് വിളിക്കുന്ന സ്ഥലം അവിടെ. അവന് പണം കിട്ടും ആവശ്യത്തിന്. ഓട നന്നാക്കുന്നവനെ ബഹുമാനിക്കുന്ന സ്ഥലം അവിടെ. എന്തിനാ നിങ്ങൾ ഈ അമ്മമാരൊക്കെ ഇടയ്ക്ക്
മക്കളെ നോക്കാൻ വേണ്ടി അവർ പ്രഗ്നൻ്റ് ആകുമ്പോൾ പ്രസവാനന്തര ശുശ്രൂഷകൾക്ക് വേണ്ടി ഇവിടുന്ന് തന്നെ UK പോകുന്നത്, അല്ലെങ്കിൽ US പോകുന്നതെന്ന് അറിയണ്ടേ? അവിടെ ഒരാളെ നിർത്തിയാൽ ശമ്പളം കൊടുക്കാനുള്ള ശേഷി നേഴ്സിനില്ല. പണിയെടുക്കുന്നവന് പൈസ കൊടുത്തേ പറ്റൂ. ഇത് റഷ്യയിലും ചൈനയിലൊന്നുമല്ല. പണിയെടുക്കുന്നവനെ ബഹുമാനിക്കുന്നത്, ശമ്പളം കൊടുക്കുന്നത് ഈ രാജ്യങ്ങളിലാണ്, ഇന്ത്യയിലും അല്ല. ഇന്ത്യയുടെ ചരിത്രത്തിലെവിടെയും പണിയെടുത്തവനെ ബഹുമാനിച്ചില്ല. ഞാൻ നേരത്തെ വരേണ്ട ആളല്ലേ, പ്രസംഗരാണെങ്കിലും പാട്ടുകാർ, നമ്മളെല്ലാം നേരത്തെ അല്ലേണ്ടവരാ. ആ കൃത്യസമയത്ത് വണ്ടി എടുത്ത് ഇങ്ങോട്ട് ഓടി വരുമ്പോൾ നമ്മുടെ മുമ്പിൽ ദാ പോകുന്ന ഒരു നാശപ്പെർമിറ്റുകാരൻ. അവൻ മുമ്പിൽ പോകുമ്പോഴേക്ക് എനിക്ക് അസഹിഷ്ണുത വന്നിട്ട് ഞാൻ കിടന്ന് അടിക്കുക, ഇവനിതും കൊണ്ട് എന്തിന്? തടി കയറ്റിക്കൊണ്ട് പോകുന്ന 3-4 ലോറികൾ ഇതുവഴി പോകുക. അവനിങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഏതാണ്ടൊരു മനുഷ്യൻ വരുന്നു, ഇവൻ ഈ സമയത്ത് ഇതുവഴി വരണോ? എനിക്ക് യോത്തിന് പോകണ്ടേ? പക്ഷെങ്കിൽ ഈ നാശപ്പെർമിറ്റുകാരൻ കൊണ്ടുവന്നത് എന്താണെന്നറിയണ്ടേ? നിങ്ങൾക്കുള്ള അരി, നമുക്കുള്ള പലവ്യഞ്ജനം, നമുക്കുള്ള മത്സ്യം, ഇവൻ പണിയെടുത്തില്ലെങ്കിൽ തീൻമേശയിൽ വിഭവം വരില്ല. 1000 രൂപയ്ക്ക് 800 രൂപയ്ക്ക് ഉറക്കം തൂങ്ങി വണ്ടി ഓടിക്കുന്ന ഇവനോട് ചോദിക്കുക, ഇവൻ UK ഒരു മാസം 6 ലക്ഷം. പിടിയോ? ഇത് പഠിച്ചാൽ മതി. 8-10 ലക്ഷം രൂപ ഉണ്ടാക്കുന്നവരുണ്ട് ബസ് ഓടിച്ച്. ഇവിടെ എന്താ ഡ്രൈവറുടെ വില, വാഹനം ഓടിക്കുന്നതിൻ്റെ വില, അധ്വാനിക്കുന്നതിൻ്റെ വില? ഈ വില എങ്ങനെ വന്നെന്നറിയണ്ടേ? നമ്മുടെ ഗുരു പണിയെടുക്കുന്നതിനെ നോക്കി ഒരിക്കലൊരു വിളി, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ഇങ്ങോട്ട് വരാൻ. മുക്കുവരെ, കഷ്ടപ്പെടുന്നവരെ, വേദനിക്കുന്നവരെ, ആട്ടിടയന്മാരെ നെഞ്ചോട് ചേർത്ത് നിർത്തിയിട്ട് ഒരു കാര്യം പറഞ്ഞു, വലയും പടകും വിട്ട് എന്നെ ഒന്ന് അനുഗമിക്കുക. ലോക മനുഷ്യർ മുഴുവൻ നിങ്ങളാൽ ആകർഷിക്കപ്പെടും. നീ മനുഷ്യരെ പിടിക്കുന്നവരാകും. സ്വന്തമായി ഒരു ഭാഷ, അല്ലെങ്കിൽ അരാമിക്കിനപ്പുറത്തൊരു ഭാഷ നന്നായി സംസാരിക്കാൻ അറിയാത്ത, വാഹനം സ്വന്തമില്ലാത്ത, സഞ്ചരിക്കാനൊരു കാളയോ കഴുതയോ കുതിരയോ സ്വന്തമില്ലാത്ത, ബാങ്ക് ബാലൻസ് ഇല്ലാത്ത 10-12 ആളുകളെ നിരത്തി നിർത്തിയിട്ട് പറയുക, ഭൂമിയുടെ അറ്റം വരെ ഈ സന്ദേശമായി നിങ്ങൾ പോകും, നിങ്ങൾ എൻ്റെ സാക്ഷികളാകുമെന്ന് ഈ ഗുരു പഠിപ്പിച്ചതിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് അന്ന് പ്രവർത്തിച്ചിറങ്ങിയ ആ സുവിശേഷകർ പ്രസംഗിച്ചത് എന്തോ അത് യാഥാർത്ഥ്യമായതുകൊണ്ട് ലോകം അനുഗ്രഹീതമായ ആത്മീക വെളിച്ചത്തിന്റെ വഴിത്താരകൾ തിരഞ്ഞെടുത്തതും ഇന്ന് കാണുന്ന ജീവിതത്തിന്റെ വികാസ പരിണാമങ്ങൾ സൃഷ്ടിക്കപ്പെട്ടതുമെങ്കിൽ ബുദ്ധിയുള്ള ആരാധന എന്തെന്നറിയണ്ടേ? അത് സുവിശേഷത്തിന്റെ വ്യാപനമാണ്. അത് ഏതെങ്കിലും ദൈവശക്തികളെ ആരാധിക്കുന്നതല്ല, അത് ഏതെങ്കിലും പ്രകൃതി ശക്തികളെ വണങ്ങുന്നതല്ല, അത് സൂര്യചന്ദ്രന്മാരെ വണങ്ങുന്നതല്ല, അത് രാഷ്ട്രം ഭരിക്കുന്ന ഭരണകൂടത്തെ ആരാധിക്കുന്നതല്ല. ഒറ്റ സൃഷ്ടാവ് ഈ പ്രപഞ്ചത്തിനെ അറിഞ്ഞുകൊണ്ട് ഉലകത്തിന്റെ നാഥന് നമസ്കാരം കൊടുക്കുന്ന, ആ നാഥനെ മാത്രം ആരാധിക്കുന്ന, അവിടുത്തെ വീണ്ടെടുപ്പിൻ പദ്ധതി അംഗീകരിക്കുന്ന അതുല്യവും അജൈവവുമായ വഴിയെങ്കിൽ അത് തിരിച്ചറിയുന്ന നമുക്ക് ഈ സുവിശേഷത്തിന്റെ സാരാംശം പറയാ. ഇത് പരിജ്ഞാനത്തിൽ അധിഷ്ഠിതം, ഇത് വിവേകത്തിൽ അധിഷ്ഠിതം, ഇത് മാനവികതയിൽ അധിഷ്ഠിതം, ഇത് ദൈവീകം, ഇത് ആത്യന്തികം. ഈ സന്ദേശമാ ഞങ്ങൾ ഉലകത്തോട് എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റോമിനെ മാറ്റിയ സന്ദേശം അതാ, ഉലകത്തെ മുഴുവൻ മാറ്റിയ സന്ദേശം അതാ. ഇനിയുമുണ്ട് ഒത്തിരി പറയാൻ. ബഹുമാനിയെ പറയട്ടെ, നമ്മുടെ രാജ്യത്ത് ഒത്തിരി ചികിത്സാവിധികളുണ്ട്. അപ്പോൾ ഈ ചികിത്സാവിധികൾ വരുമ്പോൾ എല്ലാവരും എപ്പോഴും ഒരു കാര്യം ഓർക്കണം, എല്ലാ ചികിത്സകരും ആദ്യം പറയുന്നത് ഇംഗ്ലീഷ് മരുന്നിൻ്റെ കുറ്റമാണ്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാ മനുഷ്യരും നിങ്ങളൊരു ഹോമിയോ മരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് അടുത്ത ഡോക്ടറെ ചെന്ന് കാണും. പുള്ളി ഒരു 1/4 മണിക്കൂർ പറയും സാൽബുറ്റാമോളിന് എന്തെല്ലാം കുഴപ്പമുണ്ട്. ആയുർവേദം ഇതൊക്കെ തന്നെ പറയും. പിന്നെ കുറേ സംഗതികളുണ്ട്. ഇവിടെല്ലാം നമ്മൾ പോയി ഒരു കാര്യം കേട്ടിട്ടുണ്ടോ? ഇതെല്ലാം ടെസ്റ്റിമോണിയലാണ്, സയൻറ്റിഫിക്കലല്ല. ഇതിന് സൗഖ്യമൊക്കെ കിട്ടിക്കാണും, ഇല്ലെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ ഈ ചികിത്സയുടെ ഒക്കെ പ്രശ്നം കേൾക്കണമായിരുന്നോ? ആയുർവേദം പണ്ട് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കെ ഇതെല്ലാവർക്കും പ്രാപ്യമല്ല. ഇത് ചെയ്യുന്ന ആളൊരു ബ്രാഹ്മണോ നമ്പൂതിരിയോ ഇങ്ങനെയൊക്കെയുള്ള ഒരാളായിരിക്കും. താഴെത്തട്ടിലുള്ള ആളുകൾ അകലം പാലിച്ച് നിൽക്കണം. OBC-കൾ നിൽക്കേണ്ടത് 32 അടി അകലം, SC നിൽക്കേണ്ട 64 അടി അകലം, നായാടികൾ എന്ന് പറയുന്നൊരു സമൂഹമുണ്ട്, അവ നിൽക്കുന്നത് 90 അടി അകലം. രോഗിയും ഡോക്ടറും തമ്മിലുള്ള അകലമാണ്. എന്നിട്ട് ഡോക്ടർ പറയും കിഴുകാനെല്ലി വേരോടെ എടുത്ത് ആട്ടിൻപാലി കലക്കി നാഴികയും വിനാഴികയും എല്ലാം പറയും. ഇത് വേണ്ടി വന്ന രോലെ കുറിച്ച് കൊടുക്കും. ഇയാളിതോടെ പോയി പറിക്കും. അത് അതിൻ്റെ ഒരു സാഹിത്യ ഭാഷയുണ്ട്.
കൂശ്മാണ്ഡ രസായനം എന്നൊക്കെ പറഞ്ഞ് എഴുതി വിടുന്നത്. കുമ്പളങ്ങ ഉണ്ടാക്കുന്ന സാധനമാണ്. കുമ്പളങ്ങ എന്ന് പറയില്ല, കൂശ്മാണ്ഡം എന്ന് മാത്രമേ പറയുള്ളൂ. ഇതെല്ലാം പോയി സംഘടിപ്പിക്കാൻ പറയും. ഇയാളിതും വലിച്ചെറിഞ്ഞിട്ട് പിന്നെ കിട്ടുന്നൊരു ഒറ്റ പരിപാടിയാണ് മന്ത്രവാദിയെ കാണാൻ പോകും. അതിനാ മരുന്നും മന്ത്രവും അത് കണക്റ്റഡായിട്ട് വന്നത് ആ പ്രയോഗം തന്നെ. അങ്ങനെ മന്ത്രവാദി ഏതാണ്ടൊക്കെ കാണിച്ചും സൗഖ്യമായ കഥകളുണ്ടല്ലേ. അങ്ങനെയാണ് എന്നെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് മന്ത്രവാദിയുടെ അടുത്ത്. കാരണം ഞങ്ങളൊക്കെ ഈ വനത്തിലാണ് ജനിച്ചോളാം. ഒരു സൈഡ് മുഴുവൻ 10,000 ഏക്കർ റബ്ബർ തോട്ടം. എൻ്റെ അല്ല, KP-ONൻ്റെയാണ്. കേട്ടാൽ അവർക്ക് ഇത്രയും തോട്ടം, പേര് പോലെ ഇത്രയും തോട്ടമൊക്കെ അല്ലേ. അത് നിങ്ങൾ പേടിക്കാതിരിക്കാമെങ്കിൽ ഒരു കാര്യം പറയാം, അതിനകത്തൊരു പഞ്ചതീർത്ഥ കുളത്തിലാണ് ഞാൻ സ്ഥാനപ്പെടുന്നത്. ഇപ്പോഴാണ് അങ്ങോട്ട് കയറ്റുകയില്ല, ഓടിക്കും. ഇത് ലൈവ് പോകുന്നുണ്ടല്ലേ നമ്മളെ. ഇനി ഇതിപ്പരമൊന്നും എനിക്ക് വരാനില്ല, പോട്ടെ. അപ്പോൾ അവിടെ ഇപ്പോൾ എയർപോർട്ട് വരുന്നത്, അതിൻ്റെ അപ്പുറത്ത് വനം തുടങ്ങുക, തേക്കടി വരെ വ്യാപിച്ച് കിടക്കുന്ന വനം. ഇതിൻ്റെ അകത്ത് നമ്മൾ താമസിക്കുന്നത്. ഹോസ്പിറ്റലിൽ പോകുന്നതിനേക്കാൾ നമ്മളെടുത്തുകൊണ്ട് അപ്പുറത്ത് ഒരു മന്ത്രവാദി ഉണ്ട്. അവിടെ ചെല്ലുമ്പോൾ പുള്ളി പനിയാന്നൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഏതാണ്ടെല്ലാം അടുത്ത് ബിംഭോം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ദേഹത്തേക്ക് ഈ സംഗതി തട്ടിവിടും. മാറി എന്നവർ പറയും. മാറി, നമ്മളും വന്നു. അങ്ങനെയൊക്കെ ഒരു കാലമുണ്ട്. എന്തിനാ പറഞ്ഞേ, ഇങ്ങനെ ഇരിക്കുന്ന ഇന്ത്യയുടെ ചരിത്രത്തിൽ നമ്മളൊരു കാഴ്ച കണ്ടു. സായിപ്പ് വന്ന് കുതിര വണ്ടിയിൽ ഇറങ്ങുന്നു. അതിലൊരു ബാഗ്, കൂടെ ഒരു നേഴ്സ് പെണ്ണ്, അപ്പുറത്തൊരു സഹായി, ചിലപ്പോൾ പുള്ളിയുടെ ഭാര്യയായിരിക്കും കൂടെ ഒരാൾ. അവർ ഈ തെർമോമീറ്ററും സ്റ്റെതസ്കോപ്പും ഒക്കെ കയ്യിലുണ്ട്. ബാഗിനകത്ത് മരുന്നുമൊക്കെ ഉണ്ട്. അങ്ങോട്ട് ചാടി ഇറങ്ങി. നമ്മൾ രോഗികളിങ്ങനെ അകന്നകന്ന് പോവാ. പുള്ളി പറഞ്ഞു, ഇവിടെ വാ. അവരിങ്ങോട്ട് വരുന്നു. ഈ പെണ്ണ് ഈ തെർമോമീറ്റർ കൊണ്ട് നമ്മുടെ പനിയൊക്കെ പരിശോധിക്കുന്നു, ടെമ്പറേച്ചർ നോക്കുന്നു, അടയാളപ്പെടുത്തുന്നു. ഇദ്ദേഹം വന്ന് നമ്മളെ കൊണ്ട് നിർത്തി. നെഞ്ചിലും പുറത്തുമൊക്കെ ഈ സ്റ്റെതസ്കോപ്പ് മുട്ടിക്കുന്നു. അങ്ങോട്ട് മാറി നിന്ന് എഴുതുന്നു. അപ്പുറത്തൊരാൾ മരുന്ന് മിക്സ് ചെയ്യുന്നു. അങ്ങനെ ഈ കോമ്പൗണ്ടേഴ്സ് എല്ലാം കൂടെ മിക്സ് ചെയ്യുന്ന ആൾ ഇപ്പോൾ ആ തൊഴിലില്ല. ഇതെല്ലാം അവിടെ തരുന്നു. നമ്മളിത് മേടിച്ച് കുടിക്കുന്നു, ഒരു ഗുളിക വാങ്ങുന്നു, കഴിക്കുന്നു, പോന്നു. ഈ സ്റ്റെതസ്കോപ്പിനും ഈ തെർമോമീറ്ററിനും ഒരു പ്രത്യേകതയുണ്ട്. ഈ തെർമോമീറ്റർ ആ സംഗതി നമ്മുടെ ഒരല്പം ഡെറ്റോളും എല്ലാം വെച്ചൊക്കെ ഒന്ന് കഴിവുമെങ്കിലും ഈ സ്റ്റെതസ്കോപ്പ് അങ്ങനല്ല. ഒറ്റ സ്റ്റെതസ്കോപ്പ് കൊണ്ട് നമ്പൂതിരിയെയും നായാടിയെയും ക്രിസ്ത്യാനിയെയും ദലിതനെയും ആദിവാസിയും എല്ലാം പുള്ളി തൊട്ടു. അപ്പോൾ ഇന്ത്യൻ സമൂഹത്തിൽ നിന്ന് ജാതി മാറ്റാൻ ശ്രമിച്ച ഉപകരണത്തിൻ്റെ പേരാണ് സ്റ്റെതസ്കോപ്പ്, അസ്പർശ്യത. ഇത് കൊണ്ടുവന്നത് നമ്മളാണ് അവിടുന്ന്. മനസ്സിലായില്ലേ? ഇതൊക്കെ ക്രിസ്തീയമാണ്. അതുകൊണ്ട് ആ ഹോമിയോക്കാരൻ വന്നാലും ആര് വന്നാലും ഇതിൻ്റെ കുഴപ്പം കൂടുതൽ തട്ടുമ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് അറിയണ്ടേ, ചിലവ് കുറഞ്ഞ ചികിത്സ ഇതാ. സന്തോഷമില്ല? മനസ്സിലായി? ഇതൊക്കെ നമ്മളാണെന്ന് ആധുനികത. വെളിച്ചം ലോകത്തിന് കൊടുത്ത നമ്മളാണെന്ന് ഈ എനർജി, ഈ കാണുന്ന ലൈറ്റ്. നമ്മളോട് സംസാരിക്കുമ്പോഴൊക്കെ ആളുകൾ സയൻറ്റിഫിക് ടെമ്പർ, ശാസ്ത്രബോധം, ഇതൊക്കെ വേണമെന്ന് പറയും. ഞങ്ങളുടെ സംവാദത്തിൽ കണ്ടു കാണും. ഞാനൊരിക്കലും ഇവരോട് ചോദിച്ചു, നിരീശ്വരന്മാരായ ആളോട് ചോദിച്ചു, ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഞങ്ങളുടെ കുറേ ആളുകളുടെ പേര് പറയാം. മൈക്കൽ ഫാരഡേ, മേരി ക്യൂറി, പിയറി ക്യൂറി, റൈറ്റ് സഹോദരന്മാർ നമുക്കറിയാമല്ലോ. അതുപോലെ ആഡം സ്മിത്ത്, ഐസക് ന്യൂട്ടൺ, ഇങ്ങനൊരു 100 പേരുടെ പേരും കണ്ടുപിടുത്തമൊക്കെ നിങ്ങൾക്കറിയാം. 10 നിരീശ്വരന്മാരുടെ പേര് പറഞ്ഞേ, പറയാമോ? ഇവരാ നമ്മളെ പഠിപ്പിക്കുന്നത്. അതിൽ ന്യൂട്ടനെ പറ്റി പറയാനുണ്ട്. ന്യൂട്ടൻ ചുമ്മാ അതൊരു ശാസ്ത്രജ്ഞനല്ല. സർ ഐസക് ന്യൂട്ടൻ രക്ഷാനിർണയം പ്രാപിച്ച് യേശുവിൻ്റെ പുനരാഗമനം കാത്തിരുന്ന ഒരു ദൈവവൈതലാണ്. ശാസ്ത്രം പഠിക്കാനെടുത്ത സമയത്തേക്കാൾ കൂടുതൽ ബൈബിൾ പഠിച്ച മനുഷ്യനാണ്. ബൈബിളിലെ ദാനിയേൽ വെളിപ്പാട് പുസ്തകങ്ങൾക്ക് വ്യാഖ്യാനം ചമച്ച മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ വെളിപ്പാട് പുസ്തകം വ്യാഖ്യാനം അപ്പോക്കലിപ്സിസ് എൻ്റെ പക്കലുണ്ടൊരു കോപ്പി. എൻ്റെ പക്കലുണ്ടെന്ന് പറയാൻ വേണ്ടിയല്ല, ആ തെളിവിൻ്റെ കൃത്യതയ്ക്ക് പറഞ്ഞതാണ്. അത്ര കൃത്യം ബൈബിൾ പഠിക്കുന്ന ആളാണ്, പ്രതിഭാശാലി. അദ്ദേഹത്തെപ്പറ്റി പറയുമ്പോൾ എൻ്റെ ഓർമ്മയിൽ വരുന്ന ഒരു സംഭവമുണ്ട്. അദ്ദേഹം ഒരിക്കൽ ഇങ്ങനെയുള്ള സംവാദങ്ങളിലും സംഭാഷണങ്ങളിലും ഒക്കെ ഇടപെട്ട് പോകുമ്പോൾ അദ്ദേഹത്തൊരു വെറുപ്പ് തോന്നിയ ഒരു മാത്തമാറ്റീഷ്യൻ ഉണ്ടായിരുന്നു. അദ്ദേഹം വിഷമം പിടിച്ച ഒരു ഗണിത പ്രശ്നം എഴുതി, 3-4 പേജുണ്ട്. ഇത്ര എഴുതിയിട്ട് പറഞ്ഞു, ഈ പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്യാൻ ന്യൂട്ടന് സാധിക്കുമെങ്കിൽ മാത്രമേ നിങ്ങൾ യഥാർത്ഥ മാത്തമാറ്റീഷ്യൻ എന്ന് ഞാൻ അംഗീകരിക്കൂ, ചലഞ്ച് ചെയ്യുന്നു, വെല്ലുവിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞ്
അങ്ങോട്ട് എഴുതി വിട്ടു. 1 മാസവും കൊടുത്തു. ഇത് ന്യൂട്ടൻ പരിശോധിച്ചു. ഈ 1 മാസം കൊടുത്ത പ്രോബ്ലം ചെയ്യാൻ ന്യൂട്ടന് വേണ്ടത് 2 മിനിറ്റ് മതിയായിരുന്നു. 2 മിനിറ്റ് കൊണ്ട് ഈ പ്രോബ്ലം എല്ലാം ചെയ്തിച്ച് തൻ്റെ ഡ്രൈവറെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഇതിൻ്റെ താഴെ ഒരു ഒപ്പിട്ടിട്ട് നീയാണിത് ചെയ്തതെന്ന് പറഞ്ഞേക്കണം, ഞാൻ ആ വഴിക്ക് വരികയല്ല. ന്യൂട്ടൻ്റെ ഡ്രൈവർ ഏതാനും മണിക്കൂർക്കുള്ളിൽ മറ്റേ പുള്ളി കൊണ്ടിത് കൊടുത്തു. പുള്ളി ഇതാകെ നോക്കിയിട്ട് അമ്പരന്ന് ഈ ഡ്രൈവറെ കുറേ നേരം നോക്കി. ഒരു ചോദ്യം വരുമോ എന്നോർത്ത് ഡ്രൈവർ ഭയന്നിരിക്കെ ഇതിൻ്റെ പിന്നിലെ രഹസ്യം കണ്ടുപിടിച്ച ഈ മനുഷ്യൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അത് ഗ്രീക്കിൽ ഇങ്ങനായിരുന്നു: താങ്കും അങ്ക്വേ ലിയോണം. മാത്തമാറ്റിക്സും ഇതൊക്കെ പഠിച്ചവർക്കറിയാം. അതിൻ്റെ അർത്ഥം അറിയാം, ഇതിൽ ആ സിംഹത്തിൻ്റെ കരസ്പർശമുണ്ട്. സിംഹം ആരാന്ന് മനസ്സിലായല്ലോ. ഇതൊക്കെ ഉള്ള സമൂഹമാണ് നമ്മൾ, മനസ്സിലായില്ലേ? അവിടെ നിന്നുകൊണ്ടാണ് നമ്മളെ ശാസ്ത്രം പഠിപ്പിക്കാൻ നിരീശ്വരന്മാർ വരുന്നത്. ഈ ഗ്രന്ഥം, ഇതിൻ്റെ പവിത്രത, ഇതിൻ്റെ മഹനീയത ഉലകത്തോട് ഘോഷിക്കാൻ വിളിക്കപ്പെട്ട നമ്മൾ തലകുനിച്ചല്ലിത് പറയേണ്ടത്. ആത്മാഭിമാന പുരസ്സരം പറയണം. ലോകത്തിൻ്റെ ആധുനികതയുടെ വെളിച്ചം നൽകിയത്, ലോകമെന്ന് കാണുന്ന അളവിലേക്ക് മാറ്റിയത് ഈ പുസ്തകമാണ്. പ്രിയരേ, നമുക്കൊരു കാര്യം അറിയാം. 1000 ആണ്ടുകൾ ലോകത്തെ ഭരിച്ച സംസ്കൃതിയാണ് അറബികൾ. ഇന്ത്യ വരെ ഭരിച്ചു മുഗളന്മാർ. 1000 വർഷം ലോകത്തെ മുഴുവൻ ഭരിച്ച അറബികൾക്ക് അറബി ലോകത്ത് മുഴുവൻ പ്രചരിപ്പിക്കാൻ കഴിഞ്ഞില്ല. പരിമിത കാലം ലോകത്തെ ഭരിച്ച സാമ്രാജ്യ ശക്തിയാണ് ബ്രിട്ടൻ. ആ പരിമിത ശക്തി കൊണ്ട്, കാലഘട്ടം കൊണ്ട് ഇംഗ്ലീഷ് ലോകത്തിൻ്റെ ഭാഷയാക്കി മാറ്റാനും അവരിടുന്ന പാൻറ്റും അവരുടെ ഷർട്ടും അവരുടെ സൂട്ടും അവരുടെ ടൈയും, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അവരുടെ സംസ്കാര ചിത്ര ലോകത്ത് വ്യാപരിപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ അവരുപയോഗിക്കുന്ന ആ സംസ്കാരത്തെ പരോക്ഷമായി സ്വീകരിച്ചിട്ടാണ് ഇന്ന് അവരെ കുറ്റം പറയുന്നതെങ്കിൽ, ഇരുട്ടിലാണ്ട് കിടന്ന ആ ജനതയ്ക്കും വെളിച്ചം പകർന്നത് ഈ തിരുവെഴുത്തും ബൈബിളുമാണ്. അവിടുന്നാണ് ഉണർവ് പ്രസംഗം രൂപപ്പെട്ടത്, പ്രാർത്ഥനാ മനുഷ്യന്മാർ രൂപപ്പെട്ടത്. മുള്ളറെ പോലെയുള്ള പ്രാർത്ഥനാ മനുഷ്യർ, മൂടിയെപ്പോലുള്ള പ്രഭാഷകര്, നമ്മൾ അറിയുന്ന ആദരണീയനായ വില്യം കേറിയെപ്പോലുള്ള സുവിശേഷകന്മാര് ആ രാജ്യത്ത് രൂപപ്പെട്ട് ലോകത്തെ ഇളക്കി മറിച്ച് മാറ്റം വരുത്തിയെങ്കിൽ, ശാസ്ത്രമാകട്ടെ, സാമൂഹ്യ ശാസ്ത്രമാകട്ടെ, ലോകത്തിന്റെ ചിന്താപദ്ധതികൾ എന്തുമാകട്ടെ, അതിനെല്ലാം ബീജാഭാവം നൽകിയത് വിശുദ്ധ ബൈബിളിന്റെ ചിന്തയെങ്കിൽ, ആ ചിന്തയിൽ അധിഷ്ഠിതമായ പ്രബോധനം പ്രചോദിപ്പിച്ചതെന്താ? നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം റിച്വലിസ്റ്റിക്കായ മതങ്ങൾ ലോകത്തുണ്ട്. എന്ന് വെച്ചാൽ ആരാധനയ്ക്ക് വരും മുമ്പ് കുളിക്കണം, നഖം പോലും വെട്ടി വൃത്തിയാക്കണം, മരിച്ചു കഴിഞ്ഞൊരു ശവം എങ്ങനെ അടക്കണം, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ മിക്ക മതങ്ങളിലും ഉണ്ട്. യഹൂദമതത്തിലുണ്ട്, ഹിന്ദുയിസത്തിലും ഇസ്ലാമിലും എല്ലാം ഉണ്ട്, ഇല്ലേ? ഇതൊന്നും ഇല്ലാത്തൊരു വിശ്വാസം നമ്മുടെയാണ്. മരിച്ചു കഴിഞ്ഞ് എങ്ങനെ അടക്കണമെന്നുണ്ടോ? ഉണ്ടോ? അത് നമ്മൾ ചെല്ലി മുതലെടുക്കുന്നുണ്ട്. അവിടെ നിന്ന് സൂര്യൻ്റെ തേജസ് വേറെ, ചന്ദ്രൻ്റെ തേജസ് വേറെ എന്നും പറഞ്ഞങ്ങ് പോവാ. ശവം എഴുന്നേറ്റ് വന്നതല്ലാത്തൊരു ഭാഗ്യം നീട്ടിക്കൊണ്ട് പോകുന്നതിൻ്റെ പേര്, അല്ലേ? എങ്ങനെ ശവം അടക്കണം, എങ്ങനെ ആരാധനയ്ക്ക് വരണം, എങ്ങനെ വസ്ത്രം ധരിക്കണം, ഇങ്ങനെ ഡെയിലി റൊട്ടീൻ, നമ്മൾ എങ്ങനെയാണ് പല്ല് കേൾക്കേണ്ടത്, ഇതൊന്നുമില്ല എന്ന് എഴുതിയിട്ടില്ലെന്ന് അങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടില്ല. പക്ഷേ ലോകത്തെവിടെ ക്രിസ്ത്യാനിത്വത്തെ ഇത് പഠിപ്പിക്കേണ്ടി വന്നോ? ആരെങ്കിലും പഠിപ്പിക്കേണ്ടി വന്നോ? ഇല്ല. പരിഷ്കൃതങ്ങളായ പല എയർപോർട്ട് വഴികളിൽ നിങ്ങൾ പോക്കോ, നല്ല സുമുഖന്മാരായ ഓറഞ്ച് പോലെ നിറമുള്ള അറബി ഒരു കമ്പും കൊണ്ട് പല്ലും തെച്ചുകൊണ്ട് വരുന്നതാണ്. മനസ്സിലായില്ലേ? അതുവഴി പല്ലും തെച്ചുകൊണ്ട് വരിക. പണമുണ്ട്, കോടീശ്വരനാ, രാജകുടുംബത്തിൽ പെട്ടവനാ, ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഒരു കമ്പും കൊണ്ട് ഇങ്ങനെ പല്ലും തെച്ചുകൊണ്ട് നിൽക്കുക. അവിടെ മിക്കേണ്ടതിൻ്റെ കയ്യിൽ ഓരോ കമ്പുണ്ട് പല്ല് തേക്കാൻ. ഇതാണ് ക്രിസ്ത്യാനിറ്റി. നമുക്കിതൊന്നും എഴുതി വച്ചിട്ടില്ല, ഇതൊന്നും ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. ഈ അറിവ് എങ്ങനെ രൂപപ്പെട്ടു വന്നത്? മാനവികതയുടെ വളർച്ചാഘട്ടങ്ങളെ എങ്ങനെ നയിക്കണമെന്ന് ഉലകത്തെ പഠിപ്പിക്കാൻ ദൈവം ഉപയോഗിച്ച ചില സംസ്കാരങ്ങളും ശക്തികളുമുണ്ട്. അവർ നമ്മെ പഠിപ്പിച്ചു തന്ന പാതയിലൂടെ പുറകോട്ടല്ല, മുമ്പോട്ടാണ് നമ്മുടെ യാത്ര. അതിനാണ് ഞാൻ ആദ്യം നദികളുടെ ഒക്കെ കണക്കും കാര്യങ്ങളുമൊക്കെ പറഞ്ഞത്. അതുകൊണ്ട് ഇനിയുള്ളൊരു കാലം
നമ്മൾ സുവിശേഷം പറയുമ്പോൾ ഒരു കാര്യം ഓർത്തുകൊള്ളണം, അത് കേവലമായ ആത്മരക്ഷ കൊണ്ട് തീരുന്നൊരു കാര്യമല്ല, മറിച്ച് അതിൻ്റെയൊക്കെ അപ്പുറത്ത് ഒരു മനുഷ്യനെ മനുഷ്യനായ ഇഹലോകത്തിലും വരാനിരിക്കുന്ന ലോകത്തിൽ അവൻ്റെ ആത്മാവിനും വില കൽപ്പിച്ചുകൊണ്ട് അവനെ അതിൻ്റെ സമഗ്രതയിലെടുക്കുന്ന മഹത്തര ചിന്തയാത്. അതുകൊണ്ടാണ് ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തുകയാണ് സുവിശേഷത്തിൻ്റെ ലക്ഷ്യമെന്ന് കൊലോസ്യ ലേഖനത്തിൽ അപ്പോസ്തലൻ വിളിച്ചു പറയുന്നത്. അവൻ്റെ ഫുൾനെസ്സിലേക്ക്, ആ തികവിലേക്ക് അവനെ കൊണ്ടുവരാൻ നമുക്ക് മുമ്പിൽ ഒരു റോൾ മോഡൽ വെച്ച് പിതാവ്, അതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഒരു വാക്കുകൂടി പറഞ്ഞ് നിർത്തിയേക്കാം, സമയത്തും നമ്മൾ ആരോളം തികയണ്ടേ? ഇതാ ലൂക്കോസ് തൻ്റെ സുവിശേഷത്തിൽ പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യം. ലൂക്കോസും പറയുന്നൊരു ഡോക്ടറാണല്ലോ. ഈ ഡോക്ടറെ ജോലി എന്താ? ഡോക്ടറെ ജോലി ചികിത്സ എന്ന് പറഞ്ഞ് നിർത്തണ്ട. ചികിത്സയെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണ്ടേ? ഡോക്ടർ ശ്രമിക്കുന്നത് നമ്മളെ ഭൂതകാലത്ത് ജീവിക്കാൻ പഠിപ്പിക്കുക. മനസ്സിലായില്ല? ഞാനിപ്പം നിങ്ങളെന്നെ കണ്ടിട്ട് പറയുക ക്ഷീണിച്ചു പോയല്ലോ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ക്ഷീണിക്കാത്ത എൻ്റെ ഒരു രൂപം നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന്. ക്ഷീണിക്കാത്ത എൻ്റെ രൂപത്തിലേക്ക് എന്നെ തിരിച്ചു കൊണ്ടെത്തിക്കുന്ന പ്രക്രിയയാണ് ഡോക്ടർ ചെയ്യുന്നത്. ഭൂതകാലത്ത് ജീവിക്കാൻ പഠിപ്പിക്കുക, ശരിയല്ലേ? ഭൂതകാലത്തേക്ക് എത്തിക്കുക. അത് ഡോക്ടർ ഇന്നുവരെ പൂർണ്ണമായി അതിൽ വിജയിച്ചിട്ടില്ല. അപ്പോൾ പിന്നെന്താ ചെയ്യുന്നത്? ആരോഗ്യദൃഢഗാത്രമായൊരവസ്ഥയിലേക്ക് നമ്മെ ഒന്ന് ട്രാൻസ്ഫോം ചെയ്യാൻ ഒരു റോൾ മോഡൽ തൻ്റെ മുമ്പിലുണ്ടോ? ആരെപ്പോലെ, എങ്ങനെ? ആരാണൊരു പൂർണ്ണനായ മനുഷ്യൻ? എല്ലാം തികഞ്ഞ പൂർണ്ണനായൊരു മനുഷ്യനുണ്ടോ? കർത്താവിനെ മാറ്റി നിർത്തുണ്ടോ? ഇല്ലെന്നാണോ? ഞാൻ എൻ്റെ പഠനത്തിൽ ഒരാളെ കണ്ടെത്തി, ഒരു ഇന്ത്യക്കാരനാണ്, ജസ്റ്റിസ് പരിപൂർണൻ എന്നാണ് പേര്. കേട്ടിട്ടുണ്ടോ? ഞാൻ കണ്ടെത്തിയ അത് റിട്ടയർ ആയതുകൊണ്ടാണ് ഇത്ര ധൈര്യത്തോടെ പറയുന്നത്. പോട്ടെ, ഇല്ല കളി അങ്ങ് മാറും. ബാക്കി നമുക്കല്ല ഏതാണ്ടൊരു കുറവുണ്ട്, ഒരു അപാകത, ഏതാണ്ടൊരു കുറവുണ്ട്. നമ്പ്യാരത് പറയുന്നുണ്ട് അല്ലേ? ലക്ഷണമൊത്തോ ഒന്നോ രണ്ടോ എന്നൊക്കെ ഒരു പാട്ടുണ്ടല്ലോ പണ്ട്. എവിടേക്കോ ഒരു കുറവ്. ആ കുറവിനെ പരിഹരിക്കാനാണ് നമ്മളെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങോട്ട് മാറുന്നില്ല. പരിഹരിക്കാൻ ശ്രമിക്കുന്നതിനകത്ത് അത് കൂടുതൽ കുളവാകുക. അതാ യൂട്യൂബൊക്കെ നോക്കി കിട്ടുന്നതെല്ലാം മേടിച്ച് കഴിച്ച് പരിഹരിക്കാനാണ് ശ്രമിച്ചേ. ഉലുവ തിന്ന് ഷുഗർ മാറ്റും, കിഡ്നി അടിച്ചു പോവും. ഇതാ വിഷയം. അവിടെ കാണുന്ന ഇലയെല്ലാം കൂടെ പറിച്ച് കുടിച്ചു കഴിഞ്ഞാൽ ഷുഗർ പാടെ മാറും, ആ കൂടെ കിഡ്നി ഫ്രീ ആയിട്ട് മാറും. ബോണസാണ്, അങ്ങ് പൊക്കോളും. പിന്നെ ഇതുണ്ടായി വരാൻ പാടാ. അതിനെ വൈദ്യനെ കാണണം. അതിനൊക്കെ സംവിധാനങ്ങൾ വെച്ചിരിക്കുന്നത്. എന്തിനാ പറഞ്ഞു വെച്ചേ? അപ്പോൾ നമ്മളിന്ന് പൂർണ്ണനാക്കണം. ഇതായിരുന്നു ലൂക്കോസ് പഠിച്ച വൈദ്യശാസ്ത്രം. ഗ്രീസ് വൈദ്യശാസ്ത്രത്തിൻ്റെ നാടാ. അവിടെ നിന്നാണ് വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട പൂർവ്വ പ്ലേറ്റോ ഒക്കെ. അരിസ്റ്റോട്ടിൽ ഒരു ഡോക്ടറോടായിരുന്നു, വൈദ്യനായിരുന്നു. ഗാലൻ എന്നൊരു ഡോക്ടറുണ്ട്, ഇടി 100-ലുണ്ടായിരുന്നു. കാലൻ എന്നൊന്നും പറഞ്ഞേക്കരുത്. അങ്ങനെ ഒരു ഡോക്ടറുണ്ടെന്ന് അൽക്കുടത്തോട്ടം പറഞ്ഞൊന്നും പറഞ്ഞേക്കല്ല്. ഗാലൻ. അപ്പോൾ ഞാനിതൊക്കെ പറഞ്ഞത് അവിടുന്ന് വൈദ്യശാസ്ത്രം വികാസം പ്രാപിച്ചു വന്നു. ആ സ്ഥലത്തു നിന്നാണ് നമ്മുടെ ലൂക്കോസ് വരുന്നത്. അപ്പോൾ ലൂക്കോസ് ഒരു ഡോക്ടർ ശ്രദ്ധിക്കുന്ന എന്താ? ഈ ഷൂ വിൽക്കുന്നവൻ നമ്മുടെ കാലിലേക്കായിരിക്കും നോക്കുക, നമ്മളുടെ ഷൂവിൻ്റെ ബ്രാൻഡ് എന്താ. മുടി വെട്ടുന്ന നമ്മുടെ മുടിയിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അത് പെർഫെക്റ്റ് ആണോ, വെട്ടിയതാരാ, എന്താണെന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. കെട്ടിടം പണിയുന്ന ആൾ ഈ കെട്ട് വൃത്തിയാണോ എന്ന് നോക്കിക്കൊണ്ടിരിക്കും. ഇതാണ് എൻ്റെ രീതി. ഏത് പ്രൊഫഷനിൽ ഒരാൾ ഇടപെട്ടുവോ ആ പ്രൊഫഷനുമായി ബന്ധപ്പെട്ടിങ്ങനെ നോക്കും. അപ്പോൾ ഡോക്ടറുടെ മുമ്പിൽ ഒരു പൂർണ്ണനായ മനുഷ്യനെ ജീവിതത്തിൽ ഇതുവരെ ലൂക്കോസ് കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്ന് ഈ ടേബിളിൽ കിടന്ന മനുഷ്യരുണ്ട്, മുറിവറ്റവരുണ്ട്, ക്ഷയരോഗികളുണ്ട്, കണ്ണു കാണാത്തവരുണ്ട്, നാനാവിധ വ്യാധി പിടിച്ചവർ ഈ വൈദ്യൻ്റെ മുമ്പിൽ വന്നിട്ടും ആ അപാകതയുള്ളവരെ, അപൂർണരെ മാത്രം കണ്ടു പരിചയപ്പെട്ടതാ. അതുകൊണ്ടേ ഈ ലേഖനത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും. പലതരം ശരീരമുണ്ട്, വ്യത്യസ്തമാണതിൻ്റെ അവസ്ഥ, അതിൻ്റെ ഊഷ്മാവ് വ്യത്യസ്തം, രോഗാണുക്കൾ വ്യത്യസ്തം, രോഗം വ്യത്യസ്തം, അത് ക്ഷീണിക്കുന്ന രീതി വ്യത്യസ്തം, നിറം വ്യത്യസ്തം, പ്രതിരോധ ശേഷി വ്യത്യസ്തം. അതുകൊണ്ട് 100,000 ശരീരങ്ങളെ കണ്ടു പരിചയിക്കപ്പെട്ട വൈദ്യന്മാരുടെ നാട്ടിലേക്ക് പൗലോസ് എന്നൊരു മനുഷ്യൻ മാസിഡോണിയിൽ ചെന്ന് ധന്യനായ യേശുവിനെ കുറിച്ച് പരിശോധിച്ചിട്ട് പഠിച്ചിട്ട് ലൂക്കോസിന് പങ്കുവച്ച സുവിശേഷത്തിൽ ഒരു വ്യക്തി അങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ ലൂക്കോസിന് ഇതുവരെ കിട്ടാത്തൊരു സാമ്പിള് ജീവിതത്തിൽ ആദ്യം കിട്ടിയിട്ട് പറഞ്ഞു, യു ടെസ്റ്റ്, യു വാലുവേറ്റ് ഇറ്റ്. നീ ഈ സാമ്പിൾ ഒന്ന് പരിശോധിച്ചേ. ഇതൊക്കെ ഡോക്ടറുടെ പക്കലേക്ക് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയാൽ കുട്ടികൾക്ക് ഷെയർ ചെയ്യുന്ന പോലെ യേശുവിൻ്റെ ശരീര സാമ്പിൾ, ഞാൻ എൻ്റെ ഒരു രീതി പറയുന്നത് കേട്ടോ, എൻ്റെ ഒരു വേർഷനിലാണ് പറയുന്നത്. ഇതങ്ങോട്ട് കൊടുത്തപ്പോൾ ഒന്ന് മനസ്സിലായി, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു.
ഉറപ്പിച്ചു. നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. മനുഷ്യനാകട്ടെ മനഃശാസ്ത്രപരമായി വിധിയെഴുതി നാമോ ദൈവനെ അടിച്ചും ശിക്ഷിച്ചും ദണ്ഡിപ്പിച്ചുമിരിക്കുന്നു എന്ന് വിചാരിച്ചു. ദൈവശാസ്ത്രപരമായി അതിന് വിചിന്തനം വന്നു. പിതാവിന് അവനെ തകർത്ത് കളവാൻ ഇഷ്ടം തോന്നി. അങ്ങനെ ശാസ്ത്രത്തിൻ്റെ തത്വചിന്തയുടെ ഒക്കെ ഒരു നാട്ടിൽ നാനാവിധ പരിശോധനാ രീതികൾ കൊണ്ട് ലൂക്കോസ് ഇങ്ങനെ പരിശോധിച്ച് പഠിച്ചപ്പോൾ ഒരു മനുഷ്യന് അനുഭവിക്കേണ്ടി വരുന്ന വ്യതകൾ, ഭാരങ്ങൾ, മനോനിലയുടെ തകർച്ചകൾ ഇതെല്ലാം കൃത്യം അനുഭവിച്ച ഒരു സാമ്പിൾ, ചുരുക്കി പറഞ്ഞാൽ സകല രോഗങ്ങളും വ്യാപരിച്ച ഒരു സാമ്പിൾ കണ്ടു. അതാ വചനം പറയുന്നത്. സാക്ഷാലുള്ള രോഗാവസ്ഥകളെ മുഴുവൻ ഈ ശരീരത്തിൽ കാണാം. വചനം പറയുക, അവൻ പ്രാണവേദനയിലായി. എപ്പോഴാണ്? ഗത്സമനയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ യോഹന്നാൻ പറയുക, അവൻ പ്രാണവേദനയിലായി. അങ്ങനെ പ്രാണവേദന അവന് സംഭവിച്ചു. ഒരു മനുഷ്യനെ പൊതുസ്ഥലത്തിട്ട് ആക്ഷേപിക്കുക, അടിക്കുക, തലയിൽ മുൾക്കിരീടം വെക്കുക, ഈ നിലയങ്കി ധരിപ്പിക്കുക, പരിഹസിക്കുക, ഇങ്ങനെ അടിച്ചുടച്ച് തകർത്ത് ശാരീരിക പീഡയും മനോനിലയും തകർത്തുകൊണ്ട് അങ്ങോട്ട് കൊടുത്തപ്പോൾ ഈ ശരീരം ആത്മാവിൽ ലൂക്കോസ് കണ്ടു, പഠിച്ചു, മനസ്സിലാക്കി. ഒടുക്കം ഇതിനെന്ത് സംഭവിക്കും? അടുത്ത ഘട്ടം ഫോറൻസിക്ക. ആ മണ്ഡലത്തിലേക്ക് പോകുക. ശരീരം നിർജീവമായി കഴിഞ്ഞു, പ്രാണൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞു. വൈദ്യശാസ്ത്രത്തിൻ്റെ അവസാന ഘട്ടവുമെത്തി. നമ്മോട് ഡോക്ടർ പറയില്ലേ, ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്നതെല്ലാം ചെയ്തു, തീർന്നു, അതും കഴിഞ്ഞു. അങ്ങനെ വൈദ്യൻ പറയും മുമ്പേ നമ്മുടെ ഉടയവൻ ആ ക്രൂശിൽ കിടന്ന് വിളിച്ചു പറഞ്ഞു, സകലതും പൂർത്തിയായി, എല്ലാം തീർന്നിരിക്കുന്നു, സകലതും തീർന്നു, എന്നെക്കൊണ്ട് ഇനി ഒന്നും ചെയ്യാനില്ലെന്ന് വൈദ്യന് പറയാൻ അവസരം കൊടുക്കാതെ ആ മരണനിമിഷം സ്വയം ഏൽപ്പിച്ചുകൊണ്ട് മരണത്തിന് ഇതുവരെ ആരും പറയാത്ത ഒരു പൊരുൾ കൂടി പറഞ്ഞു. എൻ്റെ ആത്മാവിനെ അത് തന്നവന്റെ പക്കലേക്ക് തിരികെ കൊടുത്തുകൊണ്ട് പുത്രൻ പ്രാണനെ വെടിഞ്ഞിട്ട് ആ തിരുശരീരം ഇതാ കൊണ്ട് കല്ലറയിൽ വെച്ചു. 3 ദിവസം. ഇവിടെ മുതൽ മാറി. ചീഞ്ഞഴുകേണ്ടതാ, അണുക്കൾ ഭക്ഷിക്കേണ്ടതാ, മണ്ണോട് മണ്ണ് ചേരേണ്ടതാ. ഇവിടെ വരെ ലൂക്കോസ് പഠിച്ച വൈദ്യശാസ്ത്രം കറക്റ്റാണെങ്കിൽ, ലൂക്കോസ് ഇനി നീ ഗ്രന്ഥം മാറ്റണം, ഇനി ചിന്ത മാറ്റണം, ആശയം മാറ്റണം, ആത്മാവിന് ഏൽപ്പിച്ചു കൊടുക്കണം. ആത്മാവ് എന്താ പഠിപ്പിച്ചെന്നറിയണ്ടേ? തൻ്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ പിതാവ് സമ്മതിക്കയില്ല. ദ്രവിക്കാൻ മണ്ണിന് വിട്ടുകൊടുക്കാതെ ഉലകത്തിലെ സകല മഹാരഥന്മാരും മരണം കഴിഞ്ഞിട്ട് ആ ശരീരം മണ്ണോട് ചേർന്നെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന ഭാഷയിൽ പറഞ്ഞാൽ 25,000 മാസിഡോണിയൻ കാലാൾപ്പടകൾ, 35,000 ബാൽക്കൻ കുതിരപ്പടകൾ, അതിശക്തമായ സമ്പത്തും ആയുധവുമുള്ള മഹാനായ അലക്സാണ്ടറോടും തെരുവോരത്ത് ഭിക്ഷയാചിച്ച് മരിക്കുന്ന മനുഷ്യനോടും മരണം കാട്ടിയ നീതി ഒന്നെങ്കിൽ, ആ അണുക്കൾ ഒരേ വിധത്തിൽ ചലിച്ചെങ്കിൽ, അത് സമരസന്നദ്ധരായി മുമ്പോട്ട് വന്ന് ഉലകത്തെ മുഴുവൻ വിറപ്പിച്ച വീരനെയും മണ്ണിന്റെ ഭാഗമാക്കിയെങ്കിൽ, ഇതാ മരിച്ചു കഴിഞ്ഞും തീരാത്ത ഒരു പോരാട്ടത്തിന് കാൽവറി അവനെ കൊണ്ടുവച്ച ആ കല്ലറ ബലിവേദിയായി തീർന്ന ഇടം ഒരുപോലെ സാക്ഷിയായി മാറിക്കൊണ്ട് മണ്ണിനോട് പടവരുന്ന ദൈവപുത്രന്റെ പ്രവൃത്തി നമുക്ക് അവിടെയും കാണാം. ഒന്നുറപ്പാക്കിക്കൊള്ളണം, ഈ തിരുശരീരത്തെ പിടിച്ചു വെക്കാൻ മണ്ണിന് സാധിക്കയില്ല. ഈ തിരുശരീരത്തെ ആക്രമിക്കാൻ ഒരു ജീവജാലങ്ങൾക്കും കഴിയുകയില്ല. ഇതിനെ നശിപ്പിക്കാൻ കഴിയുകയില്ല. പ്രവചന ശബ്ദങ്ങൾ കൊണ്ട് പ്രതിരോധം സൃഷ്ടിച്ച ഒരു വാക്സിൻ ആ ശരീരത്തിലുണ്ടേ. അവന്റെ ശരീരത്തെ കാർന്നു തിന്നാൻ മരണത്തിന് കഴിയുകയില്ല, പാതാളത്തിന് അവനെ പിടിച്ചു വെക്കാൻ കഴിയുകയില്ല. ഇതുവരെ കണ്ട ചിന്ത അതാണെങ്കിൽ, പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ദ്രവത്വത്തിൽ വിതച്ചു, ആ ദ്രവത്വത്തിൽ ഉതയ്ക്കുന്ന ഉയരുന്ന അനുഭവത്തോടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മരണത്തെ അതിജീവിച്ച് ഉയർത്തെഴുന്നേറ്റപ്പോൾ ഇതാ ലൂക്കോസ് തിരിച്ചറിഞ്ഞു ഒരു കാര്യം, എല്ലാം തികഞ്ഞ സമ്പൂർണനായ പൂർത്തീകരിക്കപ്പെട്ട ഒരുവനെ ഞാൻ കണ്ടെത്തി, ധന്യനായ യേശുക്രിസ്തുവെങ്കിൽ ആ ക്രിസ്തുവിനെയാണ് പൗലോസിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറയാ, നിങ്ങളുടെ ആരാധന അർത്ഥവത്തായി തീരാൻ, ആ ശരീരത്തോട് ഏകീഭവിക്കാൻ ബുദ്ധിയുള്ള ആരാധനയായി ആ ക്രിസ്തുവിൻ ചൈതന്യം ഏറ്റുവാങ്ങി കർത്താവിനെ അനുധാവനം ചെയ്യാൻ സാധിക്കണമെന്നുള്ളൊരു ആഹ്വാനമാണ്. അതിന് കഴിയാതെ അകത്തും പുറത്തും ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ഇതാ പ്രതിരോധം തീർക്കുന്ന നസ്രായൻ ആ ശരീരത്തോട് തൊട്ടു ചേർത്തി നമ്മയും നിർത്തി അവൻ്റെ ശരീരത്തിന് തുല്യരാക്കി നമ്മയും രൂപാന്തരപ്പെടുത്തുന്ന പ്രക്രിയയാണ് സുവിശേഷത്തിൻ്റെ ആത്യന്തിക വാഗ്ദത്തമെങ്കിൽ ആ അനുഗ്രഹീതമായ അവസ്ഥ കരഗതമാക്കാൻ ഈ രാത്രി വചനം കേട്ട ഏവർക്കും അത്യുന്നതൻ കൃപ നൽകട്ടെ. ഈ വചനം ദേശത്തിന് വിടുതലാകട്ടെ. ഈ വചനം ദേശത്തിൻ്റെ സാക്ഷാലുള്ള രോഗത്തെ സുഖപ്പെടുത്തട്ടെ. ഈ വചനം ക്രിസ്തുവിൻ്റെ പാദാന്തിയെ ലോകം അടുത്തു വരാൻ ഹേതുവാകട്ടെ. ഞാൻ മനസ്സിലാക്കുന്നു, ഈ പന്തലിരുന്ന് വചനം കേൾക്കുന്ന ഏതൊരാളും ആ സുവിശേഷം കേട്ടവരാണ്, അറിഞ്ഞവരാണ്, സ്നാനത്താൽ അവനോട് ഏകീകരിക്കപ്പെട്ടവരാണ്. അങ്ങനെ അല്ലാത്ത ഒരാളെങ്കിലും ഈ രാത്രി ഇതിനകത്തോ പുറത്തോ ഉണ്ടെങ്കിൽ ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. ഈ രക്ഷകനെ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് നിങ്ങളുടെ
നിങ്ങളുടെ ജീവിതാവസ്ഥകളെ ഏറ്റുപറഞ്ഞു ഉപേക്ഷിച്ചുകൊണ്ട് ഒരു പുതുമനുഷ്യനാകാൻ നിങ്ങൾക്ക് ലഭിച്ച ഒടുവിലത്തെ സന്ദർഭം ഇന്നെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ യേശുവിനെ സ്വീകരിക്കൂ, ഈ കർത്തൃത്വം അംഗീകരിക്കൂ, യേശുവിനായി ഹൃദയം ഏൽപ്പിച്ചു കൊടുക്കൂ. ആ ഒരുക്കത്തോടെ പുതുക്കത്തോടെ നമുക്ക് ഈ പന്തൽ വിട്ട് മടങ്ങാൻ സർവശക്തൻ കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഉപസംഹരിക്കുന്നു.